കാരുണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിനേകാധിപനേ. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിനേകാധിപനേ. നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം, സതതം സഹായമർദ്ദിപ്പതും തിരുമുമ്പിൽ. നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം, സതതം സഹായമർദ്ദിപ്പതും തിരുമുമ്പിൽ. നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ, നിന്നനുഗ്രഹപാത്രമായോർതൻ മാർഗത്തിൽ. അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗ ഭ്രഷ്ടർ തൻ വഴിയിലുമല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നവോത്ഥാന പ്രസ്ഥാനം കാലിക വർത്തമാനങ്ങൾ എന്ന വിഷയത്തിൽ ഏതാനും ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ആ കാലഘട്ടം മുതൽ തന്നെ ആരംഭിച്ച ഏറ്റവും സുപ്രധാനമായ ഒരു ദൗത്യമാണ് നവോത്ഥാന സംരംഭങ്ങൾ. ഏകദൈവാരാധനയിൽ അധിഷ്ഠിതമായി പ്രവാചക തിരുമേനിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ അതിന്റെ അടിസ്ഥാന ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ ലോകത്തെ എല്ലാ കാലത്തും പലതരത്തിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൽ വിട പറയുന്ന മുമ്പ് നടത്തിയിരിക്കുന്ന പ്രാർത്ഥനകളും അതുപോലെ ചില ഉപദേശങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. റസൂലുള്ളാഹിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ലഅനല്ലാഹുൽ യഹൂദ വൻ നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദികളെയും നസാറാക്കളെയും അല്ലാഹു ശപിക്കട്ടെ, അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു എന്നാണ് അതിന്റെ കാരണമായി എടുത്തു പറഞ്ഞത്. ഞാൻ സൂചിപ്പിച്ചത്, ഇങ്ങനെ ഒരു പ്രസ്താവന പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂൽ രണ്ട് ജനവിഭാഗങ്ങളെയാണ് ശപിച്ചത്. ആ ശാപം സ്വാഭാവികമായി അവരും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കുവാനോ അല്ലെങ്കിൽ അതേ മാർഗത്തിലേക്ക് മുസ്ലിം സമൂഹത്തെ കൊണ്ടുവരുവാനോ അവർ ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. അതിന്റെ ഒരു തുടക്കമാണ് മഹാനായിരിക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെതിരെ അവർ നടത്തിയിരിക്കുന്ന അന്നത്തെ അറ്റാക്ക്. ജൂതന്മാർ നേരിട്ടാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത്. എന്നാൽ കുറച്ചുകൂടി താഴോട്ട് വരുമ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും മുസ്ലിം സമൂഹത്തിന്റെ കയ്യിൽ തന്നെ അവർ ആ ആയുധം നൽകുകയും മുസ്ലിം സമൂഹത്തിനിടയിൽ ഖലീഫക്കെതിരെ ചില അവിശ്വാസങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു എന്നതാണ് അവർ ചെയ്ത വലിയൊരു സംഗതി. എന്നാൽ അത് വിജയം വരിച്ചപ്പോൾ മുസ്ലിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു കൊല്ലപ്പെടുന്നത്. ആ ചരിത്രം നമുക്കറിയാം. തൊട്ടുപിറകെ വരുന്ന അലി ബിൻ അബി ത്വാലിബിന്റെ കാലഘട്ടമാണ്. ആ സന്ദർഭത്തിലാണ് പ്രവാചക തിരുമേനിയുമായി ബന്ധപ്പെടുത്തി അലി റളിയല്ലാഹുവിന്റെ കുടുംബബന്ധവും മറ്റുമൊക്കെ എടുത്തു കാണിച്ചുകൊണ്ട് ഒന്നാം ഖലീഫയായി മാറേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹു ആയിരുന്നുവെന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു തുടങ്ങിയവർ അവർ ഭരണം തട്ടിയെടുക്കുകയായിരുന്നു എന്നുമൊക്കെയുള്ള ചില പരാമർശങ്ങൾ, ചില പ്രചരണങ്ങൾ മെല്ലെ മെല്ലെ മുസ്ലിം സമൂഹത്തിൽ വരുത്തി തീർക്കുവാൻ ശ്രമിച്ചത്. അതിന്റെ ഭാഗമായിട്ട് പിൽക്കാലത്ത് വന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്, അല്ലെങ്കിൽ ഒരു വിഭാഗമാണ് ഷിയത്ത് അലി. അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ആ ഷിയത്ത് അലി എന്ന വിഭാഗത്തെ അദ്ദേഹം തള്ളിപ്പറഞ്ഞെങ്കിലും പിൽക്കാലത്ത് അത് ശക്തി പ്രാപിക്കുകയും മുസ്ലിം സമൂഹത്തെ രണ്ട് ചേരിയാക്കി നിർത്തുന്നതിലേക്ക് എത്തുകയും ചെയ്ത് നമുക്കറിയാം.
ആ ഷിയത്ത് വലി എന്ന വിഭാഗമാണ് പിൽക്കാലത്ത് ഷിയാക്കളായി മാറുന്നത്. ഷിയാക്കളാണ് അവരുടെ വിശ്വാസങ്ങളിലും ആദർശങ്ങളിലും പുതിയ സംഗതികൾ കൊണ്ടുവരികയും പ്രവാചക തിരുമേനി ശപിച്ചിരിക്കുന്ന ഖബർ പൂജ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർ എത്തുകയും ചെയ്തത്. എന്നാൽ ആ കാലഘട്ടം മുതൽ ഇന്നുവരെയും മുസ്ലിം സമൂഹം ഷിയാക്കൾ ഇസ്ലാം എന്ന് പുറത്താണ് എന്ന് പറയുകയും എന്നാൽ ഷിയാക്കളുടെ പല വിശ്വാസങ്ങളും ആദർശങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അതാകുന്നു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ സൂചിപ്പിച്ചത് ജൂതന്മാർ വഴി ഷിയാക്കളിലൂടെ മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒട്ടും ചെറുതല്ല. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഖബർ ആരാധന അല്ലെങ്കിൽ ഖബർ കെട്ടിപ്പടുക്കൽ. മുസ്ലിം സമൂഹത്തിന് പരിചയമില്ലാത്ത ഇസ്ലാമിക സമൂഹത്തിൽ നിരുത്സാഹപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ അവർ കൊണ്ടുവന്നത്. അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളും ആചാരങ്ങളും അവർ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നു. ഈ നഹസ് പോലെയുള്ള ദുഷ്യഗുണം പോലെയുള്ള വിഷയങ്ങൾ അവരുടെ സൃഷ്ടിയാണ്. അതും ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ കലണ്ടറുകളിൽ സ്ഥാനം പിടിക്കുകയും അവരുടെ വിശ്വാസങ്ങളിലും ആദർശങ്ങളിലും അങ്ങനെയുള്ള വിഷയങ്ങൾ കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് ഒരു ഭാഗം. മറ്റൊരു ഭാഗത്ത് നമുക്കറിയാം വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിലൂടെ പറഞ്ഞത് വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന യഅബുദൂനനി ലാ യുശ്രികൂന ബി ഷൈഅ. നമുക്കത് അറിയാവുന്ന ആയത്താണ്. അതിലവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന സംഗതി മുസ്ലിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളായി നിലകൊള്ളുന്നുവെങ്കിൽ അവർ യഥാർത്ഥ വിശ്വാസികളും സൽവൃത്തരുമായി കഴിഞ്ഞുകൊള്ളുന്നുവെങ്കിൽ അള്ളാഹു അവർക്ക് നൽകുന്ന വാഗ്ദാനമാണ് ഈ ഭൂമിയിൽ മുൻഗാമികൾക്ക് ലഭിച്ചതുപോലെയുള്ള പ്രാതിനിധ്യവും അള്ളാഹു തങ്ങൾക്ക് തൃപ്തിപ്പെട്ടെന്നിരിക്കുന്ന മതത്തിന് ഭൂമിയിൽ ലഭിക്കുന്ന സ്വാധീനവും എല്ലാ ഭയപ്പാടുകൾക്കും അപ്പുറത്ത് ലഭിക്കുന്ന നിർഭയത്വവും ഖുർആൻ എടുത്ത് പറഞ്ഞതാണ്. എന്നാൽ അതിന് അവർ മുസ്ലിങ്ങളായിരിക്കണം, വിശ്വാസികളായിരിക്കണം, സൽവൃത്തരായിരിക്കണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവരിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ഒരു ഗുണം അത് യഅ്ബുദൂനനി അവർ എന്നെയായിരിക്കും ആരാധിക്കുന്നത്, ലാ യുശ്രികൂന ബി ഷൈഅ അവർ അതിൽ യാതൊന്നിനെയും പങ്കുചേർക്കുകയില്ല എന്നെടുത്ത് പറയുന്നുണ്ട്. അപ്പോ അത് ആ കാലഘട്ടത്തിൽ നടപ്പിലാന്ന് നമുക്കറിയാൻ കഴിയും. മഹാനായിരിക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നാട് ഭരിക്കുന്ന കാലത്ത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് 27 രാഷ്ട്രങ്ങൾ ചേർന്നാണ് അദ്ദേഹത്തിന്റെ ഭരണകൂടം, അദ്ദേഹത്തിന്റെ സാമ്രാജ്യം. അവിടെ നിന്ന് മുസ്ലിം സമൂഹം ഛിന്ന ഭിന്നമായി പല കഷ്ടങ്ങളായി പല രൂപത്തിൽ അങ്ങനെ പോയിട്ട് അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുത്തിരുന്ന ആ ഒരു സാമ്രാജ്യമാണ് ഇന്ന് 27 രാഷ്ട്രങ്ങളായി പല കഷ്ടങ്ങളായി മാറിയത്. അതിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശങ്ങൾ നിലനിൽക്കുന്ന ഏകദൈവ ആരാധനയുടെ അടിത്തറയിൽ നിലകൊള്ളുന്ന രാഷ്ട്രങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിരലിൽ എണ്ണാവുന്നത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. സൗദി അറേബ്യയാണ് ഒരല്പമെങ്കിലും നമുക്ക് ആശ്വാസം നൽകുന്നത്. അവിടുത്തെ കാര്യങ്ങൾ വിശ്വാസപരമായ വിഷയങ്ങളിൽ മായം കലർത്താതിരിക്കുവാൻ പരമാവധി രാഷ്ട്രവും രാജ്യ നേതാക്കന്മാരും അതുപോലെ രാജാക്കന്മാരും ഒക്കെ ശ്രമിച്ചു പോന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഒരു കാലത്ത് പരിശുദ്ധ കഅബയുടെ ഓരത്ത് വരെ ഒരേ സമയത്ത് 4 ജമാഅത്ത് നടക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം വഴിമാറിപ്പോയത് ചരിത്രത്തിലൂടെ നമ്മൾ വായിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ചിത്രങ്ങൾ ഇന്നും നമുക്ക് ലഭിക്കും. എന്നാൽ അവിടെ നിന്നൊക്കെ ഒരു മാറ്റത്തിലേക്ക് എത്തുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലെയുള്ള പരിഷ്കർത്താക്കൾ, നവോത്ഥാന നായകന്മാർ പണിയെടുത്തുകൊണ്ടാണ്. എന്നാൽ അവർ ആലു സഊദ് കുടുംബത്തെ സ്വാധീനിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കുകയും തൗഹീദിന്റെ ഒരു വിപ്ലവം തന്നെ വരുത്തിത്തീർക്കുകയും ചെയ്ത് നമുക്കറിയാം. ഇതൊക്കെ പറയുമ്പോൾ മുഹമ്മദ് അബ്ദുൽ വഹാബ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് റഷീദ് റിള, മുഹമ്മദ് അബ്ദ തുടങ്ങിയിരിക്കുന്ന മഹാരഥന്മാർ അവർ എഴുതിയതും പറഞ്ഞതും പ്രചരിപ്പിച്ചതുമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കുറ്റമറ്റ വിധത്തിൽ യാതൊന്നും തള്ളിക്കളയാനില്ലാത്ത വിധത്തിൽ സ്വീകരിക്കേണ്ടതാണ് എന്ന അഭിപ്രായമൊന്നും യഥാർത്ഥത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അത് ഞാൻ ഈ സന്ദർഭത്തിലും അടിവരയിട്ട് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്നാൽ ഇവരൊക്കെ തുടങ്ങി വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് അവർ നമ്മളൊക്കെ യോജിക്കുന്നത്. കേരളക്കരയിൽ ഈ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിച്ചവരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി, KM മൗലവി, KM സീതി സാഹിബ്, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, മൊയ്തു മൗലവി, NV അബ്ദുസ്സലാം മൗലവി, അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായിരിക്കുന്ന പണ്ഡിതന്മാർ. അവർ ഒരു ഭാഗത്ത് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും ശക്തമായി സമൂഹത്തെ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുകയും മറുഭാഗത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളികളായി തങ്ങളുടെ ദൗത്യം നിർവഹിക്കുകയും ചെയ്തത് നമുക്കറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കുറച്ചുകൂടി അവർ അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും അവർ തങ്ങളുടേതായ പങ്കുവഹിച്ചു.
എന്നാൽ ഏറ്റവും പ്രധാനമായി അവർ ശ്രദ്ധിച്ചത് ഏകദൈവ ആരാധനയുടെ അടിത്തറ അവർ സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ്. അത് ബോധ്യപ്പെടുത്തുവാൻ സാധിച്ചത് കൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് തൗഹീദി വിഷയത്തിൽ കാര്യമായ പാകപ്പിഴവുകളില്ലാതെ ഒരു 3/4 നൂറ്റാണ്ടിലധികം കാലം ആ തനതായ നിലപാട് നിലനിർത്തി മുന്നോട്ട് പോകാൻ സാധിച്ചത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ കേരളത്തിലെ മുസ്ലിംകൾ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം അവർ ഒരു ഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു. അതേ സമയത്ത് ശിർക്കൻ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഒരേ നേരത്ത് തൗഹീദിന് വേണ്ടിയും അതേ സമയത്ത് ശിർക്കിന് വേണ്ടിയും മരിക്കുവാൻ അവരെ തയ്യാറാകുന്നവരാണ് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം എന്നതാണ് അതിന്റെ വസ്തുത. ഇതിലേക്ക് എത്തിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ, മുസ്ലിം സമൂഹത്തിന് അംഗമായി കഴിഞ്ഞാൽ ആ ലാ ഇലാഹ ഇല്ലല്ലയിൽ ഒരബദ്ധവും പിന്നെ സംഭവിക്കുകയില്ല എന്ന ഒരു മൗഢ്യമായ ധാരണയിൽ നിന്നാണ്. അതാണ് എല്ലാത്തിന്റെയും കാരണം. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ പ്രവാചകന്മാർ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന സമൂഹങ്ങൾക്ക് വരെ, പ്രവാചകന്മാരുടെ കൺമുമ്പിൽ വെച്ച് വരെ വലിയ വലിയ മാറ്റങ്ങളും വ്യതിയാനങ്ങളും സംഭവിച്ച് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേൽ സമൂഹം അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഒരു പ്രവാചകൻ വളർത്തിക്കൊണ്ടുവരുന്ന അതേ ആ സമൂഹത്തിൽ ഒരു ജനവിഭാഗം, നമുക്കറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ചാൽ കയ്യോ കാലോ ഒരുപക്ഷെ കഴുത്തോ നഷ്ടപ്പെടുന്ന വിധത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് കുറച്ചാളുകളെങ്കിലും ആ കാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ചത്. അവരുടെ കൺമുമ്പിൽ വെച്ചാണ് ഫിർഔൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്. അതൊക്കെ കണ്ടുകൊണ്ട് അക്കരെത്തിയിരിക്കുന്ന ആളുകളാണ് വിഗ്രഹാരാധകരെ കണ്ടപ്പോ മൂസാ നബിയോട് തങ്ങൾക്കും ഒരു വിഗ്രഹത്തെ ചോദിക്കുന്നു. ഖുർആൻ പറയുന്നത് ഇജ് അലന ഇലാഹൻ കമാലഹു മാലിഹ, അവർക്ക് ഒരുപാട് ആരാധ്യന്മാരുണ്ടല്ലോ, അതുപോലെ നമുക്കും ഒരു ആരാധന നിശ്ചയിച്ചെന്നുകൂടെ എന്നവർ ചോദിക്കുന്നത്. അത് പ്രവാചകന്റെ സമൂഹമാണ് ചോദിക്കുന്ന, പ്രവാചകനോടാണ് ചോദിക്കുന്ന ശിർക്കാണ്. ഇതേ പ്രവാചകർ ജീവിച്ചിരിക്കെ തന്നെയാണ് അവർ പശുക്കുട്ടിയെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് നമുക്കറിയാം. അതും പ്രവാചകന്റെ സന്നിധിയിലാണ്. പിന്നീട് അതിൽ നിന്ന് അവരെ മാറ്റിക്കൊണ്ടുവരുവാൻ ആ മഹാനായ പ്രവാചകൻ എത്രമാത്രം പരിശ്രമിക്കേണ്ടി വന്നു എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുന്നതോടുകൂടി നമ്മിൽ നിന്ന് എല്ലാ ശിർക്കും അകന്നു പോകുമെന്നോ ഇനിയൊരിക്കലും ഒരു ശിർക്കും കടന്നു വരികയില്ല എന്നോ പറയാൻ കഴിയില്ല എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മദീനയിൽ നിന്ന് 8000-ഓളം മുസ്ലിങ്ങളെ കൂട്ടി മക്കയിൽ വരുന്നത് മക്ക ഫത്ഹിന് വേണ്ടിയാണ്. ആ സമയത്താണ് അവിടെ വെച്ച് 4000-ഓളം പുതിയ മുസ്ലിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. അവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു. പ്രത്യക്ഷമായി ആരാധനകളാണ് എന്നറിയുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമാക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ നമുക്കറിയാം, ആ പുതിയ മുസ്ലിങ്ങളിൽ നിന്ന് കുറച്ച് ആളുകളാണ് ഹുനൈനിലേക്ക് പോകുന്ന വഴിയെ തങ്ങൾക്ക് ഒരു ബർക്കത്തിന് വേണ്ടി എന്നൊക്കെ പറയാം, തങ്ങളുടെ വാള് കൊളുത്തിയെടുക്കുവാൻ വേണ്ടി ഒരു മരം ചോദിക്കുന്നത്. ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല, നമുക്ക് വിശദാംശങ്ങൾ അറിയുന്നതാണ്. എന്നാൽ ആ മരം ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഹാദാ കമാ സുഇല മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹു മാലിഹ, മൂസാ നബിയോട് അവിടുത്തെ ജനത ആരാധിക്കുവാൻ വേണ്ടി ഒരു വിഗ്രഹത്തെ ചോദിച്ചതിന് സമാനമാണ് നിങ്ങളിപ്പോൾ എന്നോട് ഈ മരം ചോദിച്ചതിനാണ്. ഈ രണ്ടു കാര്യങ്ങൾ സാമ്യതപ്പെടുന്ന എവിടെയാണ് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്കറിയാം, ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്ന ആളുടെ മനസ്സിലുള്ളത് ആ വിഗ്രഹത്തിന്റെ പിന്നിലുള്ള മഹാൻ നേരെ ഇറങ്ങി വന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നല്ല, മറിച്ച് അതിനെ അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള മഹാനെ വിളിച്ചു തൊടുമ്പോൾ നമ്മളറിയാത്ത, നമുക്ക് കാണാനും കേൾക്കാനും കഴിയാത്ത ഏതോ ഒരു അദൃശ്യമായ അഭൗതികമായ മാർഗത്തിലൂടെ അവർ നമ്മുടെ സഹായത്തിനെത്തും എന്നതാണ് ഇതിന്റെ ആകത്തുക. അതുതന്നെയാണ് മരത്തെ ചോദിച്ച ആളുകളുടെയും പ്രശ്നം. ഈ മരത്തിൽ തങ്ങളുടെ വാള് കൊളുത്തിയാൽ ആ വാളിന് പ്രത്യേകമായ കരുത്തും കുരുത്തവും പൊരുത്തവും ഒക്കെ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതുണ്ടാകുന്നത് ഒരു കൊല്ലന്റെ ആരയിൽ കൊണ്ടുപോയി ഈ വാള് മൂർച്ച കൂട്ടിയിട്ടല്ല, മറിച്ച് അതിന് ലഭിക്കുന്ന അദൃശ്യമായ അഭൗതികമായ എന്തോ ഒരു കരുത്ത്, ഒരു കുരുത്തം, ഒരു പൊരുത്തം, ഒരു ബർക്കത്ത്, ഒരു അനുഗ്രഹം എന്നൊക്കെയാണ്. ഇതിനെയാണ് പ്രവാചക തിരുമേനി ഇലാഹാക്കൽ ശിർക്ക് എന്ന രൂപത്തിൽ പഠിപ്പിച്ചത്. ഞാൻ സൂചിപ്പിച്ചത് ഇതിന്റെ അർത്ഥം അദൃശ്യമായി അഭൗതികമായി നമ്മെ സഹായിക്കുവാനും ഉപദ്രവിക്കുവാനും പടച്ച റബ്ബ് അല്ലാതെ മറ്റൊരു ശക്തിക്കും സാധ്യമല്ല എന്ന അടിത്തറയാണ് പ്രവാചക തിരുമേനി ഇതിലൂടെ മനുഷ്യ സമൂഹത്തെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത്. ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം എത്തുന്നത്. നമുക്കറിയാം, കേരളക്കരയിൽ നമ്മൾ തൗഹീദ് പഠിപ്പിക്കുമ്പോൾ ഈ അടിത്തറ ഇട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അദൃശ്യമായി അഭൗതികമായി നമ്മെ സഹായിക്കുവാനും ഉപദ്രവിക്കുവാനും അല്ലാഹുവല്ലാതെ മറ്റൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് ഉറപ്പിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തിന് അങ്ങനെയുള്ള ഒരു ശക്തികളെയും ഭയമില്ലാതെ, അവരിൽ പ്രത്യേകമായ പ്രതീക്ഷ അർപ്പിക്കാതെ അവർക്ക് ശാന്തമായി സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ സാധിച്ചു. ഒരു കാലത്ത്
ശ്മശാന ഭൂമികളായിരിക്കുന്ന പള്ളിപ്പറമ്പിലൂടെ പട്ടാപ്പകൽ പോലും കടന്നു പോകാൻ മടിച്ചിരുന്ന അല്ലെങ്കിൽ ഭയപ്പെട്ടിരുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള എല്ലാ ഭയപ്പാടുകളും അവസാനിച്ചു. ഗുളികനും കുട്ടിച്ചാത്തനും കരിങ്കുട്ടിയും ചേക്കുട്ടിപ്പാപ്പയും ഒക്കെയായി ആളുകൾ കണ്ടിരുന്ന പിശാചിന്റെ മൂർത്തികളിൽ നിന്നുള്ള ഭയപ്പാട് അവർക്ക് അവസാനിച്ചു. ഏതു സാഹചര്യത്തിലും അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ, അവനിൽ നിന്ന് മാത്രമേ അദൃശ്യമായി വല്ലതും പ്രതീക്ഷിക്കുവാനുള്ളൂ എന്ന തിരിച്ചറിവിലൂടെ മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോകാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിച്ചു. അതുകൊണ്ട് ജിന്ന്, സിഹിർ, കണ്ണേറ്, അതുപോലെ അനുബന്ധമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമുക്കറിയാം. വീട് വെക്കുമ്പോൾ അവിടെ പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറെ വിശ്വാസങ്ങൾ, അതുപോലെ അങ്ങനെ ഒരുപാട് സംഗതികൾ എല്ലാ തലങ്ങളിൽ നിന്നും മുസ്ലിം സമൂഹത്തെ പരമാവധി മോചിപ്പിച്ചെടുക്കുവാൻ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിക്കുകയും മുജാഹിദ് പ്രവർത്തകർ എല്ലാ അർത്ഥത്തിലും അന്ധവിശ്വാസ മുക്തമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കുകയും ചെയ്തു എന്നാണ് ഇതിന്റെ ആകത്തുക. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സ്വന്തമാക്കുവാനോ അതുവഴി തങ്ങളുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനോ ശ്രമിച്ചു തുടങ്ങിയിരിക്കുന്ന ആളുകൾ 999 മുതൽ അല്ലെങ്കിൽ അതിന്റെ മുമ്പേ ആരംഭിച്ചിരിക്കുന്ന കുറെ പ്രചരണങ്ങളും കുറെ വിഷയങ്ങളുമുണ്ട്. അതിന് തുടക്കം കുറിച്ചത് നമുക്കറിയാം, കുവൈത്തിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സോഴ്സ് ഉപയോഗപ്പെടുത്തുവാനുള്ള ആ ഒരു ലക്ഷ്യത്തോടെയാണ്. അതിനു വേണ്ടിയാണ് കുവൈത്തുകാർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക മനഹജ്. ആ മനഹജിന്റെ പേരിൽ കേരളക്കരയിൽ ചില പരാമർശങ്ങൾ നടത്തുകയും അത് നമ്മുടെ പണ്ഡിതന്മാർക്കും പ്രവർത്തകന്മാർക്കും നേരെ ആദർശ വ്യതിയാനമെന്ന ഒരു ഇല്ലാക്കഥ പ്രചരിപ്പിക്കുന്നിടത്തേക്ക് എത്തുകയും ചെയ്തത്. എന്നാൽ അന്ന് അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന ഉത്തരവാദപ്പെട്ട ആളുകൾ പോലും ആ മനഹജിൽ വിശ്വസിക്കുകയോ അത് അംഗീകരിക്കുകയോ ചെയ്തിരുന്നില്ല എന്ന് തൊട്ടുപിറകെ ആ പ്രസ്ഥാനം വിട്ടുപോയിരിക്കുന്ന സുബൈർ മങ്കടെ പോലെയുള്ള ആളുകൾ കൃത്യമായി പഠിപ്പിച്ചാണ്. ഞാനത് വിശദമായി പോവുകയല്ല. എന്നാൽ ഒരു ഭാഗം ആളുകൾ അങ്ങനെ വിട്ടുപോയപ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ ആ മനഹജ് കൂടുതൽ പഠിക്കുവാനും അത് നടപ്പിലാക്കുവാനും ശ്രമിച്ചു. അങ്ങനെയാണ് ഈ അദൃശ്യമായി അഭൗതികമായി നമ്മെ സഹായിക്കുവാനും ഉപദ്രവിക്കുവാനും പടച്ചറബിന് മാത്രമേ സാധിക്കൂ എന്ന അടിസ്ഥാന ആദർശം തകർത്തുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്നത്. അവർ തകർത്തിരിക്കുന്ന ആ ഭാഗത്തുകൂടിയാണ് ജിന്ന്, സിഹിർ, അതുപോലെ കണ്ണ് തുടങ്ങിയിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. പിന്നീട് വളരെ ആ സമയത്ത് തന്നെ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പ്രസ്ഥാനത്തിന്റെ ഈ ഔദ്യോഗികം എന്നൊക്കെ പറയുന്ന ആളുകൾ അതിനെ തള്ളിക്കളയുകയും അത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്തതിന്റെ അനന്തര ഫലമാണ് പിന്നീട് അവരുടെ ചെറുപ്പക്കാരായിരിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന പ്രവർത്തകന്മാരും സംഘടന വിട്ടുപോവുകയോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുകയോ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് അവരെത്തിയത്. ഇപ്പോൾ ആകത്തുക കേരള നേതൃത്വ മുജാഹിദീൻ എന്ന പേരിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഔദ്യോഗിക വിഭാഗം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അവസ്ഥ, കുറച്ച് സ്ഥാപനങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സാമ്പത്തിക സോഴ്സുകളുമുണ്ട്, പിന്നെ കുറച്ച് കിബറും ബാക്കിയുണ്ട്. വേറെ യാതൊന്നും കയ്യിലില്ലാതെ പ്രബോധന രംഗത്ത് യാതൊന്നും നിർവഹിക്കാൻ കഴിയാതെ അതിന് ആളും അർത്ഥവുമില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ആ ഭാഗത്ത് കാണുന്നത്. എന്നാൽ മറുഭാഗത്ത് കുറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ എല്ലാം ആകത്തുക ഒരുതരം പിന്നെ എന്താ പറയാ മറ്റുള്ളവർക്ക് നേരെ ഹദീസ് നിഷേധം പോലെയുള്ള കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും മറുഭാഗത്ത് ഹദീസ് എന്ന് കേൾക്കുമ്പോഴേക്ക് അതിന്റെ പിന്നാലെ ഓടിച്ചെന്ന് ഒരുപാട് അന്ധവിശ്വാസങ്ങളെയും അനാചാരികളെയും ആ നിലക്ക് സ്വീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജിന്ന്, സിഹിർ, കണ്ണേറ് തുടങ്ങിയിരിക്കുന്ന വിഷയങ്ങളിൽ വന്നിരിക്കുന്ന എല്ലാ വശങ്ങളും പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഒരു ടീമിന് സംഘടനയുമില്ല, സംഘാടനവുമില്ല, അത് കുറെ വാദവും പ്രസംഗങ്ങളും അതുപോലെ ആ നിലക്ക് ഇങ്ങനെ പോകുന്നു. അവർക്ക് സ്ഥാപനങ്ങളോ പിന്നെ പാഠ്യപദ്ധതികളോ സിലബസുകളോ അങ്ങനെയുള്ള സംഗതികളൊന്നും വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അങ്ങനെ കടന്നു പോകാം. എന്നാൽ അതൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് ആൾബലമില്ലാതെ പ്രവർത്തിക്കാൻ ആളില്ലാതെ മുരടിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് അവരും പോകുന്നു. ഇവിടെയാണ് നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ശക്തിയും അതിന്റെ യുക്തിയും അതിന്റെ സാധ്യതയും സാഹചര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ അതിന്റെ തുടക്കം മുതൽ പ്രബോധനം ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്ന ആദർശങ്ങളെന്തോ അതിന്റെ പ്രമാണങ്ങളുടെ സമീപനങ്ങളെന്തോ അത് അതേ തരത്തിൽ കുറ്റമറ്റ വിധത്തിൽ യാതൊരു കൂട്ടിക്കലർത്തലും വെട്ടിച്ചുരുക്കലുമില്ലാതെ സമൂഹത്തിന് മുമ്പിൽ എത്തിച്ചു കൊടുക്കുവാൻ നമ്മളാവുന്ന ഈ ഒരു ചെറിയ സംഘമാണ് കേരളക്കരയിലുള്ളത്. നമുക്കറിയാം, ഇപ്പോ ബഹുമാനായ CP ഉമർസുല്ലമയും അതുപോലെ M സലാഹുദ്ദീൻ മദനിയും ഡോക്ടർ ഹുസൈൻ മടവൂരും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം, അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയ കാലം മുതലുള്ള ആദർശങ്ങളും അതിന്റെ സമീപനങ്ങളും അതേപോലെ നിലനിർത്തുകയും വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും അടിസ്ഥാന ആദർശമായി സ്വീകരിച്ച് ഏകദൈവ ആരാധനയുടെ അടിത്തറ സമൂഹത്തിൽ ബോധ്യപ്പെടുത്തി അതോടൊപ്പം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തുടങ്ങി മനുഷ്യജീവിതത്തിന്റെ സകലമാന മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന തരത്തിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട്
മുന്നോട്ട് പോകുന്നു. അതിനെ ആ നിലയ്ക്ക് കാണുവാൻ നമുക്ക് കഴിയും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും പരിശോധിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ഈ സംഘടനയില്ലാതെ അല്ലെങ്കിൽ സംഘാടനം എന്താണെന്ന് അറിയാതെ നടക്കുന്ന ആളുകൾ നമ്മെ സമീപിച്ച് നമ്മുടെ കൂടെ നിൽക്കുവാൻ ശ്രമിക്കാറുണ്ട്. മറ്റു ചിലയിടങ്ങളിൽ ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്ന ആളുകൾ ചില സന്ദർഭം നമ്മുടെ സഹായം തേടാറുണ്ട്. എന്തായിരുന്നാലും നമുക്ക് നേരെ ആദർശ വ്യതിയാനം ആരോപിച്ചിരുന്ന കാലത്ത് ഇരുവർക്കും നമ്മോടുണ്ടായിരുന്ന ദേഷ്യമോ വിദ്വേഷമോ വെറുപ്പോ മാറ്റിവെച്ചുകൊണ്ട് നമ്മളെ എങ്ങനെ അടുപ്പിക്കാൻ പറ്റും, നമ്മളെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് താഴേക്കടയിൽ, പ്രത്യേകിച്ച് യൂണിറ്റുകളിൽ, പഞ്ചായത്തുകളിൽ, മണ്ഡലങ്ങളിൽ, പള്ളി നടത്തിപ്പുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നേതൃത്വത്തിലിരിക്കുന്ന ചില ആളുകളുടെ കടുംപിടുത്തവും അവരുടെ ചില താല്പര്യങ്ങളും മാത്രമാണ് ഒരുമിച്ച് പോകാൻ പലതിനും തടസ്സമായി നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. എന്തായിരുന്നാലും ആദർശ പ്രബോധന രംഗത്ത് ശക്തമായി നിലകൊള്ളുന്ന ഒരു വിഭാഗമായി നാം ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സംഘടനാ രംഗത്തും ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ തലങ്ങളിലും ശാഖ മുതൽ പഞ്ചായത്ത്, മണ്ഡലം, ജില്ലാ കമ്മിറ്റികൾ വഴി സംസ്ഥാന തലം വരെ കെട്ടുറപ്പുള്ള കൃത്യമായ നയങ്ങളും നിലപാടുകളുമുള്ള പ്രവർത്തനങ്ങളും പരിപാടികളും പദ്ധതികളുമുള്ള സമൂഹത്തിന് നേതൃത്വം കൊടുക്കുവാൻ കഴിയുന്ന എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് മാറി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ നിലക്കാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മുടെ എന്നത്തെയും ദൗത്യമാണ്. അത് മാറ്റിവെക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതിലെ അടിസ്ഥാന ആദർശം വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും പഠിപ്പിക്കുന്ന ഏകദൈവ ആരാധനയാണ്. അതിൽ ഊന്നിയെന്നുകൊണ്ടുള്ള നമ്മുടെ ദൗത്യം ഇനിയും മുന്നേറേണ്ടതുണ്ട്. അതിന് ഇസ്ലാഹി സെന്ററുകളും ഇസ്ലാഹി പ്രവർത്തകന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. ഇനിയും ശക്തമായി മുന്നേറട്ടെ എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇസ്ലാഹി ക്ലാസ് റൂം പോലെയുള്ള സംരംഭങ്ങൾ അതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. അതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇതിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആവശ്യമായ സന്ദർഭത്തിൽ ഇടപെടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കിലെ വളരെ ഗംഭീരമായിക്കൊണ്ട് വിഷയം അവതരിപ്പിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അദ്ദേഹത്തിന് നമ്മുടെ ക്ലാസ് റൂമിന്റെ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുകയാണ്. ഇനി നമ്മൾ ഈ ചോദ്യോത്തരങ്ങളിലേക്ക് പോകുകയാണ്. ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ സംബന്ധിച്ച് എന്തൊക്കെ സംശയമുണ്ടോ അത് വളരെ വസ്തുനിഷ്ഠമായി ചോദിക്കാം. ചോദ്യം ചുരുക്കി ചോദിക്കുക. ഒരു ചോദ്യത്തിനാണ് അവസരമുള്ളത്. ആവശ്യമാണെങ്കിൽ ഉപചോദ്യം ചോദിക്കാം. പക്ഷേ ചോദ്യം എന്നുള്ള പേരിൽ പ്രസംഗിക്കാനോ നീട്ടി സംസാരിക്കാനോ അനുവദിക്കുന്നതല്ല, മൈക്ക് ചാടാൻ അനുവദിക്കുന്നതല്ല. പല ആളുകളും പല ടെക്സ്റ്റുകളും മറ്റുമൊക്കെ അടിക്കുന്നുണ്ട്. വളരെ അച്ചടക്കത്തോടുകൂടെ നമ്മളിവിടെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വിഷയാവതരണത്തിൽ കേട്ടതുപോലെ വളരെയധികം ഒരു ആദർശ പ്രസ്ഥാനം, ഇസ്ലാമിക പ്രസ്ഥാനം എന്നുള്ള നിലക്ക് വളരെ ഔചിത്യത്തോടുകൂടെ പിന്നെ ഈ പരിപാടിയുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ചോദ്യകർത്താക്കൾ ഓരോ ആളുകളായിട്ട് മൈക്കിൽ വരിക. ഒരാളുടെ ചോദ്യം കഴിഞ്ഞാൽ അടുത്ത ആള് എടുക്കരുത്, കാരണം അതിന് ഉത്തരം പറയണം. ഉത്തരം പറഞ്ഞതിന് ശേഷമാണ് അടുത്ത ആൾ എടുക്കേണ്ടത്. ആദ്യമായിട്ട് മാർഗദീപം എന്നുള്ള സുഹൃത്ത് മൈക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു എന്റെ ശബ്ദം കേൾക്കാവോ? ശബ്ദം കേൾക്കാവോ? ഹലോ, ഓക്കെ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങള് ബുഖാരി മുസ്ലിമിലെ ഹദീസുകള് മുസന്നദായി ഉദ്ധരിക്കുന്ന ഹദീസും ദുർബലമാണ് എന്ന് പറയാറുണ്ട്. അഹ്ലുസുന്നയുടെ ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്ന് ഇജ്മാ ഉള്ള കാര്യമാണ് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസുകൾ, മുസന്നദ് എഴുതുന്ന ഹദീസുകൾ സ്വീകരിക്കണം എന്നുള്ളത്. അത് സഹീഹാണെന്ന് എന്നുള്ളതിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഞാനൊരു പുസ്തകത്തിൽ കണ്ടതാണ്, ഒരുപാട് പണ്ഡിതന്മാരുടെ പേര് കൊടുത്ത് അവരുടെ ഗ്രന്ഥങ്ങളുടെ പേരും റെഫറൻസ് നമ്പറും കൊടുത്തുകൊണ്ട് പറഞ്ഞത് കാണാം. ബുഖാരി മുസ്ലിം ഏകോപിച്ച് നിവേദനം ചെയ്യുന്ന ഹദീസുകളെല്ലാം തന്നെ ഒരാൾ സ്വന്തം നിവേദനം ചെയ്യുന്ന ഹദീസും സഹിയാണെന്ന കാര്യം ഖണ്ഡിതമാണെന്ന് ഇബ്നു സലാഹും
അബൂ ഇസ്ഹാഖ് അസ്ഫഹാനിയും ഖാദി അബൂ യാലയും ഇബ്നു ഖയ്യൂമും അതുപോലെ തന്നെ ഇബ്നു തൈമിയ, അസ്കലാനി, സക്കാവി, ഐനി, ഷൗക്കാനി, അങ്ങനെ ഒട്ടുമിക്ക പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം വ്യക്തമായിട്ട് പറഞ്ഞു കാണാം. എന്നിട്ടും നിങ്ങൾ ഇതിലെ ഹദീസുകളെ ദുർബലതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്നു. അപ്പൊ അതിനെ കുറിച്ചൊന്ന് വ്യക്തമായ മറുപടി പറഞ്ഞാൽ കൊള്ളാം. മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടല്ലോ? ഇവിടെ ഈ ബുഖാരിയുടെ ഹദീസുകളെ നമ്മൾ നിഷേധിക്കുന്നു, ബുഖാരി മുസ്ലിമിന്റെ ഹദീസുകളെ നമ്മൾ നിഷേധിക്കുന്നു എന്നും അഹ്ലുസുന്നയുടെ ധാരാളം പണ്ഡിതന്മാർ ബുഖാരി മുസ്ലിമിലെ ഹദീസുകളിൽ യാതൊരു തകരാറുകളുമില്ല, എല്ലാം സ്വഹീഹാണ് എന്ന് പറയുന്നവരാണ്. പ്രത്യേകിച്ച് മുസന്നദായിരിക്കുന്ന ഹദീസുകളിൽ യാതൊരു കുഴപ്പങ്ങളുമില്ല എന്ന് പറയുന്നവരാണ്. എന്നിരിക്കെ തന്നെ നമ്മൾ ഹദീസുകൾ നിഷേധിക്കുന്നു എന്നാണ് ഇവിടുത്തെ ആരോപണം. എനിക്ക് ഈ വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളെ പറയാനുള്ളൂ. ഒന്ന്, പിന്നെ ലോക മുസ്ലിങ്ങൾ എല്ലാവരും അഹ്ലുസുന്നയുടെ മുഴുവൻ പണ്ഡിതന്മാരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറയുന്നത്. ഹദീസ് നിദാന ശാസ്ത്രം ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഹദീസ് ഗ്രന്ഥങ്ങളെ മാറ്റിവെച്ച് മറ്റുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെ മാത്രം നിരൂപണം ചെയ്യാൻ വേണ്ടിയല്ല. ഏതു കാലത്തെയും മുസ്ലിം പണ്ഡിതന്മാർക്ക് ഏത് കിതാബിലുള്ള ഏത് ഹദീസുകൾ കയ്യിൽ കിട്ടിയാലും അത് ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നിരൂപണം നടത്തുവാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് മുസ്ലിം ലോകം മൊത്തത്തിൽ ഒന്നോ രണ്ടോ നാലോ എട്ടോ പത്തോ പണ്ഡിതന്മാർ പറഞ്ഞല്ല, ലോക മുസ്ലിങ്ങൾ ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിയുടേതടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെ മുൻകാലഘട്ടത്തിലുള്ള ഹദീസ് പണ്ഡിതന്മാരും ആധുനികരായിരിക്കുന്ന, നമുക്കറിയാം പിന്നെ അൽബാനി അടക്കമുള്ള ആധുനികരായിരിക്കുന്ന പണ്ഡിതന്മാരും പല ഹദീസുകളെയും നിരൂപണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നിരൂപണം നടത്താനുള്ള കാരണം ഹദീസ് നിദാന ശാസ്ത്രം എല്ലാ ഹദീസുകൾക്കും ബാധകമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറയേണ്ടത് ബുഖാരി മുസ്ലിം പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെ ഹദീസ് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കേണ്ടതില്ല, നിരൂപണം നടത്തേണ്ടതില്ല, അത് മൊത്തത്തിൽ ഇങ്ങോട്ട് സ്വീകരിക്കുക. ബാക്കിയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെ നിദാന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കേണ്ടത് എന്നൊരു നിലപാട് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ചോദ്യത്തിന്റെ അർത്ഥമുണ്ടായിരുന്നു. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ കൃത്യമായ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് സ്വഹീഹാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരൊറ്റ ഹദീസിനെയും തള്ളിക്കളയാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അതേ സമയത്ത് നിദാന ശാസ്ത്ര നിയമങ്ങൾക്ക് വിധേയമായി സ്വീകാര്യയോഗ്യമാണോ എന്ന പരിശോധനയിൽ ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ പോരായ്മകളുണ്ട്, അബദ്ധങ്ങളുണ്ട്, സ്വാഭാവികമായിരിക്കുന്ന തകരാറുകളുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഹദീസുകൾ മാറ്റിവെക്കാൻ പറയാനുണ്ട്. ഇത് പുതിയതല്ല, പഴയ കാലത്തും അങ്ങനെ തന്നെയാണ്. ഒരു കാര്യം കൂടി പറയേണ്ടത്, ലോകത്ത് ഹദീസ് ഗവേഷണത്തിൽ ഹദീസ് വിജ്ഞാനീയത്തിൽ ഇമാം ബുഖാരിയോളം സേവനം ചെയ്തിരിക്കുന്ന മറ്റേതെങ്കിലും ഒരു പണ്ഡിതനുണ്ട് എന്ന് അല്ലെങ്കിൽ ഒരു മുഹദ്ദിസ് ഉണ്ട് എന്ന വാദം ലോകത്താർക്കില്ല. അത് മുജാഹിദുകളും അങ്ങനെ തന്നെയാണ് അംഗീകരിക്കുന്നത്. ഇമാം ബുഖാരി ചെയ്തിരിക്കുന്ന സേവനം ഒരുപക്ഷെ ജീവിക്കാൻ പോലും അദ്ദേഹം മറന്നുപോയി എന്ന് പറയണം, അത്രമാത്രം സേവനമാണ് ഹദീസ് വിജ്ഞാനീയത്തിൽ ഇമാം ബുഖാരിയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതൊക്കെയാണെങ്കിലും അദ്ദേഹം ഒരു മനുഷ്യനാണ്. അദ്ദേഹം പ്രവാചകനായ മനുഷ്യനല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹത്തിന് വഹയില്ല, അദ്ദേഹം സ്വഹാബി പോലുമല്ല. സ്വാഭാവികമായ ചില പോരായ്മകളും അബദ്ധങ്ങളും ഒക്കെ അദ്ദേഹത്തിനും സംഭവിക്കാം എന്ന് വിശ്വസിച്ചാൽ ഒരാൾ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോവില്ല എന്ന് മാത്രമല്ല, അയാൾക്കാണ് ഇസ്ലാം ദീനിൽ നിൽക്കാൻ സാധിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനിത് പറയുന്നത് ഇപ്പോ ഇമാം ബുഖാരി റഹ്മഹുല്ല അദ്ദേഹം ലക്ഷക്കണക്കിന് 6 ലക്ഷത്തോളം ഹദീസുകൾ ശേഖരിച്ചു എന്നും അതിൽ നിന്ന് അദ്ദേഹം സ്വഹിയായി സ്വീകരിച്ചത് ആവർത്തനത്തോടു കൂടി പരിശോധിച്ചാൽ ഏകദേശം 7000-ഓളം ഹദീസുകളാണ് എന്ന് നമുക്കറിയാം. ബാക്കി 5,93,000-ഓളം ഹദീസുകൾ അദ്ദേഹം മാറ്റി നിർത്തുക തള്ളിക്കളയുകയും ചെയ്തു. ആ തള്ളിക്കളഞ്ഞ മാറ്റി നിർത്തിയിരിക്കുന്ന ഹദീസുകളെ കുറിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്, എന്ന പോലെ റിപ്പോർട്ടുകളെ കുറിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. എന്ന പോലെ തന്നെ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന 7,000-ഓളം വരുന്ന ഹദീസുകളെ കുറിച്ചും പഠിക്കാവുന്നതാണ്. അങ്ങനെ പഠിച്ചാൽ മാനുഷികമായിരിക്കുന്ന എന്തെങ്കിലും അബദ്ധങ്ങളോ പോരായ്മകളോ സ്വാഭാവികമായി സംഭവിക്കുമെന്നതിനെ നാം അംഗീകരിച്ചു എന്നതുകൊണ്ട് ഒരു ഹദീസ് നിഷേധിയായി മാറുകയോ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു നിൽക്കുകയോ ചെയ്യുമെന്നത് പുതിയ ബാധകതയാണ്. അത് തങ്ങളുടെ ഈ പറയുന്ന പലരുടെയും അവരുടെ മനസ്സിലുള്ള ചില അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും സമർപ്പിക്കുവാനും അത് ജനങ്ങളെ പ്രചരിപ്പിക്കുവാനുമുള്ള ഒരു മറയായിട്ടാണ്
ഹദീസ് നിഷേധം പോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നത് ഒറ്റവാചകമാണ്. ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വഹീഹാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരൊറ്റ ഹദീസിനെയും അത് ഏത് ഗ്രന്ഥത്തിലാണെങ്കിലും മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല, മാറ്റിവെച്ചിട്ടുമില്ല, മാറ്റിവെക്കുകയുമില്ല. മറിച്ചുള്ളത് മുഴുവനും ആരോപണങ്ങൾ മാത്രമാണ്. അതിന് ആ നിലക്ക് കാണുക. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ സറായി നടത്തിയിട്ടുണ്ടോ, അത് നടത്തിയിട്ട് വല്ല പ്രതിഫലം വാങ്ങിയിട്ടുണ്ടോ എന്നൊന്നും അറിഞ്ഞാൽ തരത്തിലായിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ റുഖിയ സറായിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ പൈസ കഴിക്കുന്നത് കാണുന്നു. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് ഒന്ന് അറിഞ്ഞാൽ തരത്തിലായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ ശറിയ നടത്തിയിട്ട് അതുകൊണ്ട് അതിന് വല്ല പാരിതോഷികവും വാങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് വരുമാന മാർഗമായി സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് റുഖിയ ശറിയ എന്ന് ഇന്ന് ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായം അള്ളാഹുവിന്റെ റസൂൽ നടത്തിയതായുള്ള ഒരു രേഖയുമില്ല. അങ്ങനെ രേഖ ഉണ്ടെങ്കിൽ അതിന് പ്രതിഫലം വാങ്ങിയോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുള്ളൂ. അപ്പോ റുഖിയ ശറിയ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടികൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു പിൻബലവുമില്ല, ഒരു ചര്യയിലൊരു മാതൃകയുമില്ല. എന്നാൽ ഇവർ ചെയ്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ പ്രമുഖരായിരിക്കുന്ന മുഴുവൻ സ്വഹാബികളും നിത്യജീവിതത്തിൽ ചെയ്തു പോന്നിരിക്കുന്ന ചില ദിക്റുകളെയും ചില ദുആകളെയും ചില മന്ത്രങ്ങളെയും ഒക്കെ എടുത്തു പറഞ്ഞിട്ട് ഇത് റുഖിയ ശറിയയാകുന്നു എന്ന് വരുത്താനാണ് ശ്രമിച്ചത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ കുർസി, അതുപോലെ സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വദതൈനി തുടങ്ങിയിരിക്കുന്ന സൂറത്തുകൾ, പിന്നെ ചില ദിക്റുകളൊക്കെ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്യാറുണ്ട്. അതിന് ദുആ എന്നോ മന്ത്രമെന്നൊക്കെ പറയാം, റുഖിയ എന്ന് പറയാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അതാകുന്നു ഇവിടെ നടക്കുന്ന ഈ ചികിത്സക്ക് തെളിവ് എങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ നിത്യജീവിതത്തിൽ ഒരു നിത്യരോഗിയായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം നിത്യരോഗികൾ മാത്രമാണ് നിത്യവും ചികിത്സിക്കുക, നിത്യവും മരുന്ന് കഴിക്കുക. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ട്, അവര് നിത്യവും ഏതെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അത് അലോപ്പതിയോ ആയുർവേദമോ ഹോമിയോ ഏതെങ്കിലുമൊക്കെ ഒരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. ആ വിഷയത്തിൽ അവർ നിത്യരോഗികളാണ്. എന്നാൽ ഇതുപോലെ അള്ളാഹുവിന്റെ റസൂൽ എല്ലാ ദിവസവും ചെയ്തു പോന്നിരിക്കുന്ന ഒരു സംഗതി ഒരു ചികിത്സാ സമ്പ്രദായത്തിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലും അതുപോലെ മറ്റുള്ള മുഴുവൻ സ്വഹാബികളും നിത്യരോഗികളായിരുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാതെ ഈ സംഗതിയെ ഉദാഹരണമാക്കി റുഖിയ ശറിയ എന്ന ഒരു പുതിയ ചികിത്സാ സമ്പ്രദായത്തിന് മാർഗം കാണാൻ കഴിയുകയില്ല. അതാണ് വസ്തുത. പിന്നെ റസൂലിനെ ചൊല്ലിപ്പോന്നിരുന്ന ഈ ദിക്റുകളും ദുആകളും ദുനിയാവ് എല്ലാവർക്കും ചൊല്ലാൻ കഴിയും, എല്ലാ മുസ്ലിംകൾക്കും ചൊല്ലാൻ പറ്റും, എന്നും ചൊല്ലാൻ പറ്റും, അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അതൊരു ചികിത്സയുടെ മാർഗമായി അത് ചില ആളുകൾ ഏറ്റെടുത്ത് നടത്തണമെങ്കിൽ അവിടുത്തെ തട്ടിപ്പാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതൊരു ചികിത്സാ മാർഗമാണെന്നോ ഇത് ഉപയോഗിച്ച് ചികിത്സിക്കാമെന്നോ ഇത് ഇങ്ങനെ വരും നടക്കുന്ന സംഗതി പ്രവാചക തിരുമേനിയെ കരുവാക്കി ഒരു പുകമറ സൃഷ്ടിച്ച് ആളുകൾ പല അന്ധവിശ്വാസങ്ങളും നടപ്പിലാക്കുവാനും കൂടെ വരുമാനമുണ്ടാക്കുവാനുമുള്ള ഒരു തട്ടിപ്പ് സംവിധാനമാണ്, ചൂഷണ സംവിധാനമാണ് എന്ന് അതിനെക്കുറിച്ച് വിലയിരുത്താനുള്ളൂ. അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ISM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ പുറത്താക്കി എന്ന് പറഞ്ഞു. എന്താണ് ISM ചെയ്ത തെറ്റ്, എന്തിന്റെ പേരിലാണ് ISM പുറത്താക്കി എന്നൊന്നും പറഞ്ഞാൽ തിരക്കില്ലായിരുന്നു. കാരണം ISM പുറത്താക്കിയതിന്റെ പേരിലാണല്ലോ ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഭാഗം വന്നത്. എന്താണ് ISM ചെയ്ത തെറ്റ്, എന്തിന്റെ പേരിലാണ് ISM പുറത്താക്കി എന്നൊന്നും പറഞ്ഞാൽ തിരക്കില്ലായിരുന്നു. എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും വിചാരിക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇവിടെ ISM പുറത്താക്കിയതിന്റെ കാരണമാണ് ചോദിച്ചത്. ഇത് ISM എന്ന പേരിലുള്ള പലതിനെയും പലപ്പോഴും അവർ പുറത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതാണ് ചോദിച്ചതിന്റെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും 2002 ഓഗസ്റ്റ് മാസം 12-ാം തീയതി ISM പുറത്താക്കിയത് നമുക്കറിയാം. അതിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ അതിനെ അവർ ഉന്നയിച്ചിരിക്കുന്ന ന്യായങ്ങൾ എന്താണ് എന്ന് യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് അത് പുറത്താക്കിയിരിക്കുന്ന ആൾക്കാരോടാണ്, പുറത്താക്കപ്പെട്ടവരോടല്ല.
എന്നാൽ നമ്മളെ പേരിൽ ആക്ഷേപിച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾ പരിശോധിച്ചാൽ ISMന്റെ പ്രവർത്തകന്മാർ കുറച്ച് പിന്നെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു, സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തുന്നു, അതുപോലെ ആളുകളെ ഹജ്ജിന് കൊണ്ടുപോകുന്നു, പിന്നെ ഈ എന്താ പറയാ ചില ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ ഇറക്കുന്നു, യുവത എന്ന പുസ്തകാലയം നടന്നു. ഇങ്ങനെ കുറച്ച് കാരണ ഭാഗമായി പറയാൻ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതല്ലോ ഉപയോഗിക്കുവാൻ ചില ആളുകൾ ശ്രമിച്ചപ്പോ അങ്ങനെ പുതിയൊരു ISM ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയിരിക്കുന്ന ISMനെ കുറിച്ച് അവർ പറഞ്ഞത് ആദർശ വ്യതിയാനമോ സംഘടനാപരമായിരിക്കുന്ന അച്ചടക്കരാഹിത്യമോ ഒരിക്കലും വരാത്ത വിധത്തിലുള്ള കറകളഞ്ഞ പ്രവർത്തകന്മാരാണ് ഇവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവരപ്പെട്ട ആ പുതിയ ISMനെയാണ് പിന്നീട് അവർ 2012 മൊത്തത്തിൽ പിരിച്ചുവിടുന്നത്. ആ പിരിച്ചുവിടുമ്പോൾ പറഞ്ഞ കാരണം ആദർശ വ്യതിയാനവും അതുപോലെ അച്ചടക്കരാഹിത്യവുമാണ്. പണ്ട് പറഞ്ഞും ആദർശത്തെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടും തങ്ങളുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കണ്ണിൽ തിമിരം വായിച്ചുകൊണ്ടുമാണ് എന്നതാണ് വസ്തുത. അതിനപ്പുറത്ത് അതിനെക്കുറിച്ച് ഈ സന്ദർഭത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. കാര്യങ്ങൾ മനസ്സിലായിരിക്കും. സമയം ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ചോദ്യകർത്താക്കൾ പെട്ടെന്ന് മൈക്കെടുക്കുക. അഷ്റഫ് KDY 123 അദ്ദേഹം മൈക്കെടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കൂ സുഹൃത്തുക്കളെ. പിന്നെ പൊതുവെ നമ്മുടെ പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകൾ മറ്റുള്ള ആളുകൾക്ക് അവസരം കൊടുക്കുക. അതെ, അഷ്റഫ് മൈക്കെടുത്തോളൂ. ഇല്ല എങ്കിൽ അടുത്ത ആളുകൾ മൈക്കെടുക്കുക. KK ബായ് മൈക്കെടുത്തോളൂ. KK ബായ്, അയാൾ കുറെ നേരമായി ടെക്സ്റ്റ് അടിക്കണം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് ചോദിക്കാനുള്ളത് 2002 നടന്ന വിഭാഗീയത, അതായത് രണ്ട് പിളർന്നല്ലോ. അപ്പോൾ പിളർന്നപ്പോൾ ആ പിളർപ്പ് ആദർശപരമല്ല, അതൊരു സ്ഥാനത്തിന്റെ പേരിലാണ് എന്ന് എന്നോടൊരു കേരളമിന്റെ ഒരു പണ്ഡിതൻ പറഞ്ഞു. ഇപ്പോൾ രണ്ടാമത് പിളർന്നത് ആദർശപരമായിട്ട് തന്നെയാണ്. അത് എനിക്ക് മനസ്സിലായ ആദർശപരമായിട്ടാണ്. പക്ഷെ ആദ്യം പിളർന്ന ഈ പിളർപ്പ് ശരിക്ക് ഇത് മടവൂർ വിഭാഗത്തിന്റെ ഒരു ഭാഷയും അതുപോലെ തന്നെ അവരുടെ സ്ഥാനത്തിന്റെ മോഹങ്ങളൊക്കെ തന്നെ അല്ലായിരുന്നു. പ്രത്യേകിച്ച് മടവൂരിന്റെ പ്രസിഡന്റ് ആവണം എന്നിട്ടുള്ള. അസ്സലാമു അലൈക്കും. 2002 പിളർപ്പ് കേവലം സംഘടനാപരമായ ചില സംഗതികളായിരുന്നു എന്നും പിന്നീട് 2012 പിളർപ്പ് ആദർശപരമാണ് എന്നും പറയുന്നത് കേൾക്കുന്നതുകൊണ്ടാണ് ചോദ്യം. ഈ ചോദ്യം ശബ്ദം കുറവായതുകൊണ്ട് പൂർണ്ണമായി കേട്ടില്ല, എന്നാലും മനസ്സിലായ കാര്യത്തിന് പറയാം. 2002 പിളർപ്പ് ISMന്റെയും ഹുസൈൻ മടവൂരിന്റെയും ഒക്കെ ചില വാശി കൊണ്ടും അതുപോലെ ചില താല്പര്യങ്ങൾ കൊണ്ടുമാണ് ഉണ്ടായത് എന്നാണ് ഇവിടെ ആരോപിച്ചത്. അത് മഹാബദ്ധമാണ്. കാരണം പിന്നെ ISM ഒരിക്കലും ഈ വിഷയത്തിൽ വിവാദം ഉണ്ടാക്കിയിട്ടില്ല, അവരതിൽ വന്നിട്ടുമില്ല. 1999 KNMന്റെ സ്റ്റേറ്റ് ഭാരവാഹികളും അതുപോലെ അതിന്റെ സംസ്ഥാന കൗൺസിലർമാരും ഒക്കെ ആയിരിക്കുന്ന ചില ഭാരവാഹികൾക്കും നേതാക്കന്മാർക്കുമെതിരെ KNMൽ തന്നെയുള്ള ചില ആളുകൾ കൊണ്ടുപിടിച്ചു തുടങ്ങിയിരിക്കുന്ന ആദർശ വ്യതിയാന ആരോപണമാണ് 2002 പിളർപ്പിലേക്ക് എത്തിച്ചിരിക്കുന്ന വിഷയം. അന്ന് വ്യതിയാന ആരോപണങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് സുബൈർ മങ്കട, അബ്ദുറഹ്മാൻ സലഫി, അതുപോലെ തന്നെ KK സക്കരിയ സുലാഹി, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ആളുകൾ. ആ ആളുകൾ പിൽക്കാലത്ത് 3 പേര് 3 ജയിലിലാണെന്നുള്ളതാണ്. അതിന് നമ്മളല്ല അതിന്റെ ഉത്തരവാദികൾ. അബ്ദുറഹ്മാൻ സലഫി ഒരു റൂട്ടിൽ, സുബൈർ മങ്കട വേറൊരു റൂട്ടിൽ, KK സക്കരിയ അതൊന്നുമല്ലാത്ത വേറൊരു റൂട്ടിൽ. ഇങ്ങനെ ഈ 3 രൂപത്തിലേക്ക് അവർ മാറിപ്പോയി എന്നല്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കുന്നതിൽ ISMന് യാതൊരു പങ്കുമില്ല. ഞാൻ സൂചിപ്പിച്ചത് അന്ന് ആദർശ വ്യതിയാന ആരോപണം എന്ന പേരിൽ ഉന്നയിച്ചിരിക്കുന്ന പല വിഷയങ്ങളും അത് വസ്തുതാപരമല്ലാത്തതും കുറെ അർദ്ധസത്യങ്ങളും കുറെ അസത്യങ്ങളും അങ്ങനെ കൂട്ടിക്കുഴച്ചുണ്ടാക്കിയ കുറെ വിഷയങ്ങളാണ്.
ആ വിഷയത്തോട് സ്വാഭാവികമായി ISM സഹകരിച്ചിട്ടില്ല. കാരണം കളവ് പറയാനും അസത്യങ്ങൾ പ്രചരിപ്പിക്കുവാനും ISM തയ്യാറായില്ല എന്നതാണ് ISMന്റെ പേരുള്ള പ്രശ്നം. അത് കുറച്ചുകൂടി മുന്നോട്ട് പോയി KNM അത് വലിയൊരു വിവാദമായി മാറി. KNMന്റെ ഇലക്ഷനിൽ പ്രശ്നങ്ങളുണ്ടായി. അവിടെ രണ്ടു ചേരിയായി തിരിഞ്ഞു. അങ്ങനെ 2000 ഇലക്ഷനോടുകൂടി ഒരു 105-107 പ്രശ്നങ്ങളൊക്കെ വന്നു. അടുത്ത ഒരു 2012 ഡിസംബറോടുകൂടി നടക്കാനിരിക്കുന്ന ഇലക്ഷനിൽ അത് കുറെ കൂടി ശക്തമായി വരാൻ സാധ്യതയുണ്ട് എന്നും സ്വാഭാവികമായ ആദർശ വ്യതിയാന ആരോപണം നടത്തിയിരിക്കുന്ന ആളുകളും അവർക്ക് ചൂട്ടുപിടിച്ചിരിക്കുന്ന ആളുകളും പുറത്തു നിൽക്കേണ്ടി വരുമെന്നും മനസ്സിലാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ KNMൽ മെമ്പർഷിപ്പുള്ള ISMന്റെ പരമാവധി പ്രവർത്തകന്മാരെ മാറ്റി നിർത്തിയാൽ KNMനെ സ്വന്തമാക്കാം എന്ന ഗൂഢാലോചനയിൽ നിന്നാണ് ISM എന്ന യുവജന പ്രസ്ഥാനത്തെ പുറത്താക്കുന്നത്. എന്നല്ലാതെ ISM ഒരു അപരാധം ചെയ്തുകൊണ്ടോ ISM വാശി കാണിച്ചുകൊണ്ടോ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചതുകൊണ്ടോ അല്ല. അത് തീർത്തും അസംബന്ധമാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ സംഘടനാ പുലർച്ച വന്നു കഴിഞ്ഞു. സംഘടനാ പുലർച്ച 2002 ഒരുപാട് ആൾക്കാർ ആശയ വ്യതിയാനമാണ് ആരോപിച്ചത്. അതിപ്പോ ജമാഅത്ത് ഇസ്ലാമി ആദ്യമായി കടന്നു വരുമ്പോൾ മുജാഹിദുകളുടെ പേരിൽ നിങ്ങളുടെ തൗഹീദ് പൂർണ്ണമല്ല എന്നൊരു ആശയ വ്യതിയാന ആരോപണമാവുന്നുണ്ട്. അതുപോലത്തെ ഒരു ആരോപണം നിന്ന് തൗഹീദ് പൂർണ്ണമല്ല ഒരു ആശയ വ്യതിയാനമായിട്ട് വന്നപ്പോ അന്ന് ഈ ഹദീസ് നിഷേധം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. കുറച്ച് കാലങ്ങൾക്ക് ശേഷം 2004-2006 ശേഷമാണ് തോന്നുന്നു ഈ മുസ്ലിം ദേവ വിഭാഗം ചെന്ന് ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ ഹദീസ് നിഷേധികൾ എന്നീ പേര് ഉദ്യോഗത്താൻ തുടങ്ങിയത്. വാസ്തവത്തിൽ എനിക്ക് ചോദിക്കാറുണ്ട്, ഇത് ഹദീസ് നിഷേധം എന്ന് പറയുമ്പോൾ ഹദീസ് പണ്ഡിതനായ അബ്ദുസ്സലാം സുലമിയാണ് ഇവർ കുറിച്ചു നോക്കുന്നത്. അബ്ദുസ്സലാം സുലമി തന്റെ ലേഖനങ്ങളിലോ നമ്മുടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇദ്ദേഹം കട്ടായന്റെ പേരിൽ ഞാൻ എടുത്തതാണ് കേട്ടോ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഇതുമാതിരി സൂറത്തുൽ ഫലക്കിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അമാനിമാര്. എന്നെക്കാട്ടിയും വളരെ കൃത്യമായിട്ട് താങ്കൾക്ക് ഇതിനെപ്പറ്റി അറിയാം, എനിക്കറിയാം, വായിച്ചതുമാണ്. ഇതിൽ പറയുന്നത് മുഅ്തസിലയായിട്ടുള്ള വാദമാണ് ഈ ഒരു ഫലിക്കൂല എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ വെറുതെങ്കിലും മുജാഹിദിലുള്ള നല്ല പ്രവർത്തകന്മാരുടെ പേരിൽ ആരോപിക്കുന്നതല്ലേ? അതുമല്ല, നിങ്ങൾ കുറച്ചു നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു കുറെ സംഘടനകളില്ല, പിന്നെ സ്റ്റാമ്പ് ഇതൊന്നുമില്ല, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ടീം. വളരെ കൃത്യമായിട്ട് തന്നെ ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ ഉഷാറായിട്ട് കാര്യങ്ങൾ ജനങ്ങളിൽ എത്രത്തോളം എത്തിക്കുന്നുണ്ട് എന്ന് പുതിയ എന്തെങ്കിലും വാദം കൊണ്ടുവന്നോ? ഇവിടെ ഈ രണ്ടോ മൂന്നോ ആളുകൾ ചോദ്യങ്ങൾ ഉന്നയിച്ചു. അത് 3 വ്യക്തമായില്ല. അപ്പോൾ ആ ചോദിച്ച ആൾക്കാർ വീണ്ടും ചോദിക്കല്ലാതെ നിർവാഹമല്ല. എന്റെ ചോദ്യം കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. എന്റെ ചോദ്യം, സൂറത്തുൽ ഫലക്കിൽ അമാനി മൗലവി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് മുഅ്തസിലയായിട്ടുള്ള വാദമാണെന്ന്. സീറിലൊരു ശരിക്കും താങ്കൾക്ക് തന്നെ അറിയാം, അത് വായിക്കേണ്ട ആവശ്യമില്ല, താങ്കൾ ഇഷ്ടം പോലെ വായിച്ചതാണ്. ഇത് മുജാഹിദുകളുടെ പേരിൽ വെറുതെ ആരോപിക്കുന്നതല്ലേ താങ്കൾ? ഇത് സലാം സുല്ലമിന്റെ ഹദീസ് നിഷേധത്തിന് മറുപിടിച്ചും കൊണ്ട് പറയുന്ന കാര്യങ്ങളല്ലേ? ഇതുപോലെ തന്നെ താങ്കൾ കുറച്ചു നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ ഈ സംഘടനാ സെറ്റപ്പ് ഒന്നും ഇല്ലാതെ, ഇപ്പോൾ ഞങ്ങൾക്ക് സംഘടനാ സെറ്റപ്പ് ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് സംഘടന ഇല്ലെങ്കിലും വളരെ ഞങ്ങളെ കൂടെ തന്നെ ഇഷ്ടം പോലെ ജനങ്ങളും കൊണ്ട് വളരെ ഉഷാറായിട്ട് ഞങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ചോദ്യം മനസ്സിലായി. സൂറത്തുൽ ഫലക്കിന്റെ വ്യാഖ്യാനത്തിൽ അമാനി മൗലവി സിഹിറിന് യാതൊരു ഫലവുമില്ല എന്ന് പറയുന്നത് മുഅ്തസിലിയ വാദമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്നും അബ്ദുസ്സലാം സുലമിയുടെ ഹദീസ് നിഷേധത്തെ മറപിടിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്കെതിരെ ആരോപിക്കുന്നതെന്നാണ് പറഞ്ഞത്.
അതിൽ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അമാനി മൗലവി എഴുതിയിരിക്കുന്ന ഭാഗം ഒന്നുകൂടി നന്നായി വായിച്ചു നോക്കാം. സിഹിർ എന്ന പദത്തിന് എന്തെല്ലാം അർത്ഥങ്ങളുണ്ട് എന്നും ആ സിഹിർ എന്ന ഗണത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ വരുമെന്നൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ മായാജാലം, ഇന്ദ്രജാലം, ചെപ്പടി വിദ്യ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് സംഗതികൾ അദ്ദേഹം ചേർത്ത് വെച്ചു. ഇങ്ങനെയുള്ള യാതൊന്നിനും ഒരു ഫലവും ഇല്ല എന്ന് പറയുന്നത് മുഅ്തസിലവാദമെന്നാണ് അദ്ദേഹം കൊടുത്തത്. എന്നല്ലാതെ നമ്മൾ ഇവിടെ അടിസ്ഥാനപരമായി തർക്കമുള്ള വിഷയം, നമ്മുടെ നാട്ടിലൊക്കെ ഈ സാഹിറന്മാർ ചെയ്യുന്ന എന്താ പറയാ ക്ഷുദ്ര കൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാരണം, അതിനെക്കുറിച്ച് അവിടെ ചർച്ചയുള്ളൂ. ആ മാരണമാണ് നമുക്കിടയിലെ ചർച്ചാ വിഷയം, അതാണ് തർക്ക വിഷയം. അത് വളരെ സ്വഹിയായിരിക്കുന്ന ഹദീസുകൾ വന്നത് ലാ യദ്ഖുലു ജന്നത്ത സ്വാഹിബു ഹംസിൻ അല്ലെങ്കിൽ സ്വാഹിബു സലാസിൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഹദീസുകളിൽ ആവർത്തിച്ചു വന്നാണ് മുഅ്മിനുൻ ബി സിഹിർ അല്ലെങ്കിൽ മുസദ്ദിഖുൻ ബി സിഹിർ. അത് വളരെ വ്യക്തമാണ്. സിഹിറിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ സിഹിറിനെ സത്യപ്പെടുത്തുക, ഇവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ് സ്വഹീഹ ഹദീസിൽ വന്നാണ്. ഒന്ന്. രണ്ടാമത്തേത്, അമാനി മൗലവി തന്നെയാണ് 4-ാം അധ്യായമായിരിക്കുന്ന സൂറത്ത് നിസായിന്റെ 51, 52 ആയത്തുകൾ. അവിടെ ജൂത ക്രിസ്ത്യാനികളായിരിക്കുന്ന ജനവിഭാഗത്തെ അള്ളാഹു ശപിക്കുവാനുള്ള കാരണമാണ് ആയത്തുകൾ പറയുന്നത്. അതിൽ ഒരു കാരണം യുമിനൂന ബിൽ ജിബ്തി വത്താഊത്ത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ജിബ്തി എന്നതിന് അവർ ജിബ്തിലും താവൂത്തിലും വിശ്വസിക്കുന്നു എന്നാണ് അവരെ ശപിക്കാനുള്ള കാരണമായി പറഞ്ഞത്. അതിൽ ജിബ്ത്തിന്റെ അർത്ഥം അമാനി മൗലവി കൊടുത്തിട്ടുണ്ട്, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി കൊടുത്തിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി കൊടുത്തത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകിയിരിക്കുന്ന അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിബ്ത്തിന് സിഹിർ എന്നാണ് അർത്ഥം കൊടുത്തത്. എന്നാൽ അമാനി മൗലവി ഈ മാരണം അടക്കമുള്ള എല്ലാ സംഗതികളും ചേർത്തുകൊണ്ടാണ് ജിബ്ത്തിനെ പരിചയപ്പെടുത്തിയത്. അപ്പോ മാരണമടക്കമുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന ആയത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്ന അമാനി മൗലവി മാരണം പോലെയുള്ള കാര്യങ്ങളെ നിഷേധിക്കുന്നതിന്റെ പേരിൽ ശരിയല്ല എന്ന് പറയുന്നതിന്റെ പേരിൽ അതിൽ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ പേരിൽ നമ്മൾക്കെതിരെ മുഅ്തസിലവാദം ഉന്നയിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് സിഹിറി എന്ന പദത്തിനുള്ള എല്ലാ അർത്ഥങ്ങളും ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെയുള്ള ഒന്നും ഭരിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നത് മുഅ്തസിലവാദമാണ് എന്ന് അദ്ദേഹം പറഞ്ഞുള്ളൂ. അതാണ് വിഷയം. അതിൽ നമുക്ക് അഭിപ്രായത്തില്ല. എന്നാൽ മാരണം പഠിക്കുമോ ഇല്ലയോ എന്നത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഇനിയും അവർ തെളിയിക്കണം, പഠിക്കുമെന്നുള്ളത് ഒന്ന്. രണ്ടാമത്തേത്, അബ്ദുസ്സലാം സുല്ലമിയുടെ ഹദീസ് നിഷേധം മറപിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നതാണ്. അത് മഹാ അബദ്ധമാണ്. കാരണം അബ്ദുസ്സലാം സുല്ലമിയെ 99 ആദർശ വ്യതിയാനം ആരോപിക്കുന്ന കാലത്ത് ഹുസൈൻ മടവൂരിനെതിരെ, CPM മുസ്ലിമിക്കെതിരെ, KK മുഹമ്മദ് സുല്ലമിക്കെതിരെ, ISM-എതിരെ, യുവതാ പുസ്തകാലയത്തിനെതിരെ ഒക്കെ ആദർശ വ്യതിയാനം ആരോപിച്ചിട്ടുണ്ട്. അന്നൊന്നും അബ്ദുസ്സലാം സുല്ലമിക്കെതിരെ ഒരു വരി പോലും ആദർശ വ്യതിയാനമെന്ന് പറയുകയോ എഴുതുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ പേരിൽ ഹദീസ് നിഷേധം എന്ന പേരിൽ കൊണ്ടുവരുന്ന പല വിഷയങ്ങളും അടങ്ങുന്ന ഗ്രന്ഥങ്ങൾ പലതും എഴുതിയത് ഈ ആദർശ വ്യതിയാന ആരോപണത്തിന്റെ വർഷങ്ങൾക്ക് മുമ്പാണ്. 1992-ലും അതിനു മുമ്പൊക്കെ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളിലുള്ള ചില പരാമർശങ്ങൾ എടുത്തു പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹദീസ് നിഷേധം ആരോപിക്കുന്നത്. അതിന്റെ കാരണം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അബ്ദുസ്സലാം സുല്ലമി സംഘടന പടരുന്ന കാലത്ത് ജാമിയ നദവിയിൽ അധ്യാപകനാണ്. അദ്ദേഹത്തെ സംഘടന പടരുന്ന മുമ്പും സംഘടന പടർന്ന ശേഷവും പല ആവർത്തി അവരുടെ കൂടെ, അഥവാ നിങ്ങൾ പറയുന്ന ഈ KNM-ന്റെ കൂടെ നിൽക്കാൻ വേണ്ടി അവർ ക്ഷണിച്ചു. അവർ പിന്നാലെ കൂടി എഴുത്തു കൊടുത്ത് ക്ഷണിച്ചു, നേരിട്ട് ക്ഷണിച്ചു. എന്നിട്ടൊന്നും അദ്ദേഹം അവരുടെ കൂടെ നിന്നില്ല. അദ്ദേഹത്തിന്റെ നിഷ്പക്ഷമായ സ്വഭാവത്തിൽ അങ്ങനെ നിലനിന്നു. അതൊന്നും സമ്മതിക്കാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തെ ജാമ്യന്ന് കുത്തി പുറത്താക്കിയത്. അങ്ങനെ പുറത്തു നിൽക്കുന്ന സാഹചര്യം സ്വാഭാവികമായും അദ്ദേഹം നമ്മോട് സഹകരിച്ചു തുടങ്ങി നമുക്ക് വേണ്ടി ശക്തമായി എഴുതുവാനും പറയുവാനും സംസാരിക്കുവാനും അദ്ദേഹം ശ്രമിച്ചു വന്നപ്പോൾ ആദർശ വ്യതിയാനം എന്ന ആരോപണങ്ങൾ അദ്ദേഹം ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന അവസ്ഥയിലേക്കും എത്തിയപ്പോഴാണ് അബ്ദുസ്സലാം സുല്ലമിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഹദീസ് നിഷേധം പോലെയുള്ള കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇനി അത് മാത്രമല്ല, ഇപ്പോഴൊക്കെ കഴിഞ്ഞല്ലോ, KNM എന്ന നിങ്ങളുടെ ആ സംഘടന അത് വീണ്ടും പിളർന്നു. ഒരു ടീമിനെ മൊത്തം പുറത്താക്കി. ഇനി കുറച്ച് കാരണവന്മാർ മാത്രം ബാക്കിയുള്ള ഒരു പ്രസ്ഥാനമായി നിലനിൽക്കുന്നതിനിടയിലാണ് ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട ആരൊക്കെയാണ് അബ്ദുസ്സലാം സുല്ലമിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ക്ഷണിച്ചത് എന്നുകൂടി അന്വേഷിക്കുന്നതല്ലാണ്. നിങ്ങളുടെ സംഘടന വളരെ സെറ്റപ്പോട് കൂടിയാണ്, യാതൊരു കുഴപ്പമില്ല. അത് സംഘടനാ പ്രവർത്തനമൊക്കെ വളരെ സജീവമായി നടക്കുന്നുണ്ട്, ആളും അത്യാവശ്യത്തിനുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അത്രമാത്രം ആ സംഘടനയെ കുറിച്ച് നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ എങ്കിൽ ഈ അടുത്ത കാലത്ത് കേവലം ഒരു 2-3 മാസങ്ങൾക്കുള്ളിൽ
നിങ്ങളുടെ ഏതൊക്കെ നേതാക്കന്മാരാണ് അബ്ദുസ്സലാം സിനിമയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തെ തങ്ങളുടെ കൂടെ നിൽക്കാൻ അഥവാ ഈ പറയുന്ന ഗവൺമെന്റ് കൂടെ നിൽക്കാൻ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് ഭൗതികമായ താല്പര്യങ്ങളില്ല എന്ന് പറഞ്ഞ് ഒഴിവായതും എപ്പോഴാണ്, ആരൊക്കെയാണ് പോയത് എന്നുകൂടി അന്വേഷിച്ചാൽ നിങ്ങളുടെ സംഘടനാ സെറ്റപ്പ് എങ്ങനെയെന്ന് മനസ്സിലാവും. പിന്നെ കൂടുതൽ ആ സെറ്റപ്പ് അറിയണമെങ്കിൽ പലയിടങ്ങളിലും നിങ്ങൾ എന്തൊക്കെ പ്രവർത്തിക്കുന്നു, ഇപ്പോൾ നിങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം നടന്നുകൊണ്ടിരിക്കുന്നു, അതുപോലെ എത്ര സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടത്ര ആളുകളെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നു തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കൂടെ അന്വേഷിക്കുക. പുറമെ പുളിക്കൽ ജാമിയ സൽഫയിലും അതുപോലെ എടവണ്ണ ജാമിയ നദവയിലുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒന്ന് പരിശോധിക്കുവാനും പഠിക്കുവാനും ശ്രമിക്കുക. അതിന്റെ കൂടെ പുതിയ ജനറൽ സെക്രട്ടറിയും അതിന്റെ കൂടെയുള്ള മറ്റേ അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ള സെക്രട്ടറിയും അതുപോലെ ട്രഷററും അടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ പദ്ധതികളും പരിപാടികളും അതിന്റെ കൂടെയും ആലോചിക്കുക. അപ്പോ നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം ഞാൻ പറയാതെ നിങ്ങൾക്ക് കിട്ടും. അതാണ് ആ വിഷയത്തിൽ എനിക്ക് പ്രതികരിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ള ഒരു വേറെ വിഷയമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ സുന്നി സുഹൃത്തുക്കള് ഇപ്പൊ മരണപ്പെട്ട വീട്ടിലാണെങ്കിൽ അവിടെ ഖുർആൻ ഓത്ത്, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചെല്ലുന്നു, അവിടെ ചെല്ലാൻ തലക്കീൻ ഓത്ത്, അതുപോലെ കുറെ കാര്യങ്ങൾ. അതുപോലെ ജുമാ നമസ്കാരത്തിന് ശേഷം കുറെ ഫാത്തിഹ, കുറെ സലാത്ത്, കുറെ അങ്ങനെ അതുപോലെ ഞായറാഴ്ച ദിവസം കുത്തുബൈത്ത്, പിന്നെ വ്യാഴാഴ്ച ദിവസം തൗബ, ഇങ്ങനെ കുറെ പരിപാടികൾ നടത്തുന്ന അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് സ്വീകരിക്കൂല എന്നും മുജാഹിദ് പ്രസ്ഥാനം നമസ്കരിച്ച് കഴിഞ്ഞാൽ കൂട്ടുപ്രാർത്ഥന ഇല്ല, മരിച്ച വീട്ടിൽ ഖുർആൻ ഓത്തില്ല, പോകുമ്പോൾ ദിക്റില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മുജാഹിദ് പ്രസ്ഥാനം ക്ലിയർ ആണ് എന്നും മറ്റിത്രയും കാര്യങ്ങൾ ചെയ്യുന്ന അവർ ഇതിന് പടച്ചന്റെ പരലോകത്ത് ഈ ചെയ്തതിനൊക്കെ തീർക്കേണ്ട ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം എന്നാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നല്ല ചോദ്യമാണ്. പിന്നെ സമസ്തക്കാര്, ഇവിടുത്തെ നാട്ടിലെ സുന്നികൾ എന്ന് പറയുന്നവര് നമസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുന്നു, വെള്ളിയാഴ്ച പ്രത്യേക ഫാത്തിഹ ഓതി വേർക്കുന്നു, മരിച്ചുകൊടുത്ത് ഖുർആൻ ഓതുന്നു, മരിച്ച് കൊണ്ടുപോകുമ്പോൾ തേലിയിൽ എല്ലുന്നു, പിന്നെ ഒരുപാട് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ചെയ്യുന്ന അവർക്ക് പരലോകത്ത് ശിക്ഷയുണ്ടെന്നും ഇതൊന്നും ചെയ്യാത്ത മുജാഹിദുകൾ രക്ഷപ്പെടുമെന്നും പറയുന്നത് ശരിയാണെന്നാണ് ചോദ്യം. നമ്മളൊരു കാര്യം, പരലോകത്ത് രക്ഷയും ശിക്ഷയും തീരുമാനിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ സുന്നി പ്രസ്ഥാനത്തിന്റെയോ സ്വന്തം നിലപാടിന്റെ അടിസ്ഥാനത്തിലല്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാണ്, മാ മിൻ ഷൈഇൻ യുഖർരിബുക്കും ഇലൽ ജന്ന ഇല്ലാ വഖദ് അദ്ദസ്തുക്കും ബി. നാളെ സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ ഒന്നുപോലും നിങ്ങൾക്ക് പറഞ്ഞു തരാതെ വിട്ടിട്ടില്ല. അതിന് കൂടെ പറഞ്ഞു, വമാ മിൻ ഷൈഇൻ യുബഇദുക്കും അനിന്നാർ ഇല്ലാ വഖദ് നഹൈതുക്കും അൻഹു. നരകത്തിൽ നിന്ന് അകറ്റേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് വിരോധിക്കാതെയും പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ, നാളെ പരലോകത്ത് സ്വർഗത്തിൽ പോകണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയും നിർദ്ദേശവും അനുസരിച്ചായിരിക്കണം എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത്. അതില്ലാതെ ഇപ്പൊ ഈ മരിച്ചുകൊടുത്ത ഖുർആൻ ഓതാൻ റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോഴാണ് ഖദീജ ബീവി റളിയല്ലാഹു മരണപ്പെട്ടത്. അവിടെ ഖുർആൻ ഓതിയ ഒരു ഒറ്റ രേഖയുമില്ല. റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോൾ തന്റെ മക്കൾ പലരും മരണപ്പെട്ടു പോയി, അവിടെയും ഖുർആൻ ഓതിയിരിക്കുന്ന ഒരൊറ്റ ചരിത്രവുമില്ല, ഒറ്റ സംഭവമില്ല. ഈ റസൂൽ മറ്റുള്ള 10,000-കണക്കിന് സ്വഹാബികൾ ജീവിച്ചിരിക്കെ റസൂൽ മരണപ്പെട്ടു പോയി. അപ്പോൾ അവിടെ റസൂലയുടെ സന്നിധാനത്തിൽ വെച്ചിട്ട് സ്വഹാബികൾ ഖുർആൻ ഓതിയിരിക്കുന്ന സംഭവമില്ല. അതുപോലെ തന്നെ മരിച്ച് കൊണ്ടുപോകുമ്പോൾ തേലീസ് എന്ന സമ്പ്രദായം ആ കാലത്തില്ല. ഈ ജുമാ കഴിഞ്ഞിട്ട് പ്രത്യേക ഫാത്തിഹ ഓതി ദ്വാരക്കണ പരിപാടി ആ കാലത്തില്ല. റസൂലുള്ള മസ്ജിദുൽ നബവിയിൽ 10 കൊല്ലത്തോളം ജമാഅത്തായി നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. അവിടെ വലത്തോട് തിരിഞ്ഞിരുന്ന് ഉറക്കെ പ്രാർത്ഥിക്കുകയും ജനങ്ങൾ ആമീൻ പറയുകയും ചെയ്ത ഒരൊറ്റ സംഭവം പോലും സ്വഹീഹായ ഒരൊറ്റ ഹദീസിലും ഉദ്ധരിച്ചിട്ടില്ല. എന്നിരിക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മതത്തിൽ ഇല്ലാത്തത് പുതിയതായി കൊണ്ടുവന്നാണ്. പുതിയതായ കാര്യങ്ങൾ, മതത്തിലില്ലാത്ത കാര്യങ്ങൾ പുതിയതായി കൊണ്ടുവന്നാൽ അവർക്ക് പരലോകത്ത് ഹൗദുൽ കൗസറിൽ വെള്ളം കുടിക്കാൻ പോലും അവസരമുണ്ടാവില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരലോകത്ത് സ്വർഗമല്ല നൽകുക, കിട്ടുകയാണെങ്കിൽ നരകാണ് കിട്ടുക. അതിന് രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും സുന്നത്തുകളിലേക്ക് തിരിച്ചു വരണം, യഥാർത്ഥ സുന്നത്തുകൾ പ്രവാചകചര്യ അനുസരിച്ച് പാലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയുന്നു. കേരളത്തിലെ നമ്മുടെ സമസ്തക്കാരെന്ന് പറയുന്നത് അവർക്ക് ഇമാം
ഇമാം ഷാഫിയെ സ്വീകരിക്കാൻ കഴിയും, ഇമാം മാലിക്കിനെ സ്വീകരിക്കാൻ കഴിയും, ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ സ്വീകരിക്കാൻ കഴിയും, ഇമാം അബൂ ഹനീഫയെ സ്വീകരിക്കാൻ കഴിയും. ജീവിതത്തിൽ കർമ്മരംഗത്ത് ഈ നാലിൽ ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കാൻ അവർക്ക് കഴിയും, അവരെ ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. എന്നാൽ ഒരൊറ്റ വക്ത് നമസ്കാരമെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹബ് അനുസരിച്ച് നമസ്കരിക്കണമെന്ന ഒരു ആഗ്രഹം പോലും കേരളത്തിലെ സുന്നികൾക്കില്ല എന്നാണ് വസ്തുത. അങ്ങനെ ആഗ്രഹം പോലില്ല. ജീവിതത്തിൽ ഒരു 10, 60, 70 കൊല്ലം ജീവിച്ചിട്ട് ഒരു വക്ത് നമസ്കാരമെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹബ് അനുസരിച്ച്, മാർഗമനുസരിച്ച്, മാതൃക അനുസരിച്ച് നമസ്കരിക്കണം എന്ന ഒരു ആഗ്രഹം പോലും ഇല്ലാത്ത വിധത്തിൽ പണ്ഡിതന്മാർ അവരെ ആ നിലക്കാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ വഹീന്റെ നൽകിയിരിക്കുന്ന വാഗ്ദാന പ്രകാരമുള്ള സ്വർഗത്തിലെത്താൻ കഴിയുമോ എന്നത് നമ്മൾ ആലോചിക്കണം. വളരെ ഗൗരവതരമായി അത് ആലോചിക്കുകയും ഇങ്ങനെയുള്ള ബിദ്അത്തുകളിൽ നിന്ന് മാറി നിന്ന് പ്രവാചക ചര്യ പരമാവധി പിന്തുടർന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് അങ്ങനെയുള്ള സുഹൃത്തുക്കളോട് അപേക്ഷിക്കുവാനുള്ളത്, അഭ്യർത്ഥിക്കേണ്ടത്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം നവോത്ഥാന പ്രസ്ഥാനം, കാലിക വർത്തമാനം എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഈ നവോത്ഥാന പ്രസ്ഥാനം എന്ന് ആദ്യം കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ കേട്ടിരുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചായിരുന്നു. അവരാണ് പിന്നെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നത് എന്നുള്ളത് കൊണ്ടാണ് എന്നതാണ് നമ്മളൊക്കെ അറിഞ്ഞിരുന്നത്. ഈ അടുത്ത കാലത്തായി സുന്നികളുടെ പ്രവർത്തന മേഖലകളിൽ നവോത്ഥാന പ്രസ്ഥാനം എന്ന ചില കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ഇത് സംഭവം എന്ന് വിശദീകരിക്കാമോ? എന്താ നവോത്ഥാന പ്രസ്ഥാനം എന്ന് ഒന്ന് വിശദീകരിക്കാമോ? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇവിടെ നവോത്ഥാന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് കേരളത്തിൽ പ്രവർത്തിച്ചു പോകുന്നത് മുജാഹിദുകളാണ് എന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇപ്പോൾ സമസ്തക്കാരും അതുപോലെ മറ്റു പലരും നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ അവകാശവാദികൾ എന്ന നിലയ്ക്ക് രംഗത്ത് വരാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കാരണം നമുക്കറിയാം. മുജാഹിദ് പ്രസ്ഥാനം ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയോ അതിനെയൊക്കെ ആദ്യം വിമർശിക്കുകയും ആദ്യം എതിർക്കുകയും പിന്നെ അതൊക്കെ നടപ്പിലാക്കി വരികയും ചെയ്യുക എന്നതാണ് സമസ്തക്കാർ പണ്ടേ തുടർന്നു പോന്നിരിക്കുന്ന സംഗതി. ഇവിടെ മുസ്ലിങ്ങൾക്ക് പൊതുവിലും പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും മതവിജ്ഞാനവും ഭൗതിക വിജ്ഞാനവും നൽകണമെന്ന് മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തെ പഠിപ്പിച്ചപ്പോൾ സ്ത്രീകൾക്ക് അക്ഷരവിദ്യ പഠിക്കൽ ശറയിൽ മക്റൂഹാണെന്നും അത് ഈ കാലത്ത് പ്രത്യേകം പാടില്ലാത്താകുന്നു എന്നും ഫത്വ ഇറക്കി പിന്നെ പ്രമേയം പാസാക്കിയ പ്രസ്ഥാനമാണ് സമസ്ത. പക്ഷെ ആ പ്രമേയം മായ്ച്ചു കളയുക പോലും ചെയ്യാതെ, അത് പിൻവലിക്കുക പോലും ചെയ്യാതെ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുകയും പെൺകുട്ടികളെ പഠിപ്പിക്കുകയും പെൺകുട്ടികൾക്ക് ജോലി വാങ്ങിക്കൊടുക്കുകയും അവർ അധ്യാപകരായി മാറുകയും ഒക്കെ ചെയ്യും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന പോലെ തന്നെ നവോത്ഥാന പ്രസ്ഥാനത്തെ ആ പേരിൽ പോലും വിമർശിച്ചിരുന്ന ആളുകളായിരുന്നു അവർ. പക്ഷെ ഇന്ന് അതും ഞങ്ങളാകുന്നു എന്ന് പറയുന്ന അവകാശവാദമായി രംഗത്ത് വരുന്നു എന്നാണ് വസ്തുത. പിന്നെ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പിന്നെ ഇസ്ലാഹിന്റെ ഒരു പ്രതിരൂപം മാത്രമാണ് നവോത്ഥാനം. ഒരു യഥാർത്ഥ സംഗതി, നിലവിലുണ്ടായിരുന്ന ഒരു സംഗതിയുടെ യാഥാർത്ഥ്യം അല്പമെങ്കിലും നഷ്ടപ്പെടുകയും അത് മറ്റൊരു ലൈനിലേക്ക് നീങ്ങുകയും അത് പിന്നെ പതനങ്ങളിലേക്ക് വരികയും ചെയ്യുമ്പോൾ അവരെ സമുദ്ധരിക്കുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾക്കാണ് യഥാർത്ഥ നവോത്ഥാനം എന്ന് പറയുക. അപ്പോൾ മതമാണെങ്കിൽ മതത്തിന്റെ പേരിൽ നടക്കുന്ന ജീർണതകൾ, മതത്തിന്റെ പേരിൽ കടന്നു വരുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ജനങ്ങളെ പരമാവധി രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുകയും മതത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങൾക്ക്, യഥാർത്ഥ വിശ്വാസങ്ങൾ, യഥാർത്ഥ ആദർശങ്ങൾ, ചൂഷണമുക്തമായിരിക്കുന്ന ജീവിതശൈലി തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് നവോത്ഥാനത്തിന്റെ അടിത്തറ. ആ തലത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം നവോത്ഥാന പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നതും ആ നിലക്ക് പ്രവർത്തിച്ചു മുന്നേറുന്നതും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ നംഷീർ ബാബു എന്ന് പറയുന്ന സുഹൃത്ത് മൈക്ക് എടുക്കുന്നില്ല. നമ്മുടെ അത്താവുള്ള സാഹിബ് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതിനിടയ്ക്ക് കട്ട് സംഭവിച്ചിരുന്നു. അദ്ദേഹത്തിന് മൈക്ക് എടുക്കാവുന്നതാണ്. അത്താവുള്ള മൈക്ക് എടുത്തോളൂ. അസ്സലാമു അലൈക്കും.
അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, രണ്ടായിരത്തി രണ്ടിന് തോന്നുന്നു അന്ന് ആശയവിദ്യാലയമാണ് ഈ മക്കൾജാവ വിഭാഗത്തിന്റെ പേരിൽ ആരോപിച്ചിരുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ഏതൊരു പ്രസ്ഥാനം ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഹലോ, അദ്ദേഹത്തിന് കട്ട് സംഭവിക്കുന്നു. അടുത്താൾ മൈക്ക് എടുത്തോളൂ. പെട്ടെന്ന് മൈക്ക് എടുക്കുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ ശബ്ദം കേൾക്കാമോ സുഹൃത്തുക്കളെ? ാണ് പിന്നെ പക്ഷേ ആ ആശയ വിദ്യാനം അത് അധികം ഹലോ, ഷാഹിദ് മൈക്ക് എടുത്തോളൂ. ഷാഹിദ് പൂർത്തിയാക്കൂ. ഷാഹിദ് മൂവാറ്റുപുഴ പൂർത്തിയാക്കൂ. നമ്മുടെ ഈ സാഹിബിന് മൈക്ക് പ്രശ്നം ശ്രദ്ധിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ശബ്ദം കേൾക്കാലോ അല്ലേ? ഹലോ, ഓക്കെ. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ വിഷയം നവോത്ഥാന പ്രസ്ഥാനം, കാലിക വർത്തമാനം. നവോത്ഥാന പ്രസ്ഥാനത്തിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിനോട് പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം ഏതു നിലയ്ക്കും ഏതവസ്ഥയിലും ആരാധിക്കാനാണ്. ഇപ്പോ ഒക്കെ ചുരുക്കി തന്നെ ചോദിക്കാം, ഇപ്പൊ ചില ആളുകള് ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ മൊത്തം നശിപ്പിക്കുകയും വിജനമായ പ്രദേശത്തായാലും മുങ്ങി മരിക്കാൻ പോകുന്ന അവസ്ഥയിലാണെങ്കിലും അള്ളാഹുവിന് പുറമെ മലക്കിനെയും ജിന്നിന്റെയും സഹായം ചോദിക്കുകയല്ല, പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥയിലാണ്. അങ്ങനെ പ്രതീക്ഷിച്ചാൽ അത് തെറ്റില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അഭൗതിക ശക്തി അള്ളാഹു മാത്രമാണ്. അവന് പുറമെ യാതൊന്നിനെ കുറിച്ചും അഭൗതിക സൃഷ്ടി എന്ന് പറയാൻ പാടില്ല എന്നാണ് ഇപ്പോൾ വാദിക്കുന്നത്. ഈ വാദത്തെ കുറിച്ച് താങ്കൾ ഒന്ന് വിശദീകരിക്കുക. അസ്സലാമു അലൈക്കും. ഇവിടെ പുതിയതായി ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വാദങ്ങളിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. അതിൽ എനിക്കൊരു ആമുഖം പറയാനുള്ളത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഈ ജിന്ന് വിവാദം കൊണ്ടുവരുന്ന കാലത്ത് തുടക്കത്തിൽ അവർ പറഞ്ഞു വന്നത് ജിന്നുകൾ മനുഷ്യ സ്ത്രീകളുമായി ബന്ധപ്പെടും, മനുഷ്യ സ്ത്രീകൾ ജിന്നുകളുടെ കുട്ടികളെ പ്രസവിക്കേണ്ടി വരും, മനുഷ്യരും ജിന്നുകളും തമ്മിൽ വിവാഹം കഴിക്കുന്നതിന് ഖുർആനും ഹദീസും പ്രകൃതിയും എതിരല്ല, അതുപോലെ ഭാര്യാഭർത്താക്കന്മാർ ബന്ധപ്പെടുമ്പോൾ അവര് പിന്നെ പ്രാർത്ഥന മറന്നുപോയാൽ അവിടെ ജിന്നിടപെടും തുടങ്ങിയുള്ള ഒരുപാട് വൾഗർ സാധനങ്ങൾ പറഞ്ഞുകൊണ്ട് ആദ്യ രംഗത്ത് വന്നത്. ഇതിനെതിരെ ശക്തമായി ആഞ്ഞടിച്ച് മുന്നോട്ട് പോയപ്പോൾ തൽക്കാലം വിഷയം കുറച്ചുകൂടി വേറൊരു റൂട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഈ വിജനമായ പ്രദേശത്ത് ഒറ്റപ്പെട്ടാൽ അവിടെ മലക്കുകളോ ജിന്നുകളോ സഹായിക്കാൻ എത്തും എന്ന വിശ്വാസത്തോടുകൂടി അള്ളാഹുവിന്റെ പടപ്പുകളെ എന്നെ സഹായിക്കണമേ എന്ന് വിളിച്ചാൽ അങ്ങനെ തേടിയാൽ അത് ശിർക്കല്ല എന്ന വാദഗതി ഇസ്ലാഹിലൂടെ ഇവർ എഴുതിവിട്ടത്. അതിനെതിരെയും നമ്മൾ ശക്തമായ രംഗത്ത് വന്നു. ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി വന്നപ്പോഴാണ് ഇപ്പൊ പുതിയൊരു വാദം എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹു മാത്രമാണ് അഭൗതികമായിട്ടുള്ളത്, ബാക്കിയെല്ലാം ഭൗതികമാണ്. ആ വാദം അവർ തന്നെ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം നമുക്കറിയേണ്ടത്, എങ്കിൽ ഈ ദുനിയാവിൽ അള്ളാഹു അല്ലാത്ത ഏത് വ്യക്തിയോടും ഏത് ശക്തിയോടും അയാൾ ജീവിച്ചിരിക്കുന്ന ആളാവട്ടെ മരിച്ചുപോയ ആളാവട്ടെ ജിന്നാവട്ടെ മലക്കാവട്ടെ ഇനി മൂർത്തികളാവട്ടെ കുട്ടിച്ചാത്തനാവട്ടെ ആരോടാണെങ്കിലും സാധ്യമാവുന്ന വിധത്തിൽ സഹായം തേടിയാൽ അതെങ്ങനെ ശിർക്കാവും? മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പാർട്ടികൾ ശിർക്കാന്ന് ഇവരിപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സുന്നികൾക്കെതിരെ അവർ പല സ്ഥലത്തും ഇങ്ങനത്തെ വിഷയങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. എങ്കിൽ അതെങ്ങനെ ശിർക്കാവും? ഈ മരിച്ചുപോയ അള്ളാഹു മാത്രമേ അഭൗതികമുള്ളൂ, ബാക്കിയൊക്കെ ഭൗതികമാണ്. ഭൗതികമാണെങ്കിൽ ആ ഭൗതികമായി നിൽക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇടപെടാൻ സംസാരിക്കാം, അതിനൊന്നും പ്രശ്നമില്ലാതെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് തേടുന്നത് എങ്ങനെ ശിർക്കാവും? അതുപോലെ തന്നെ വിഗ്രഹങ്ങളോട് തേടുന്നത് എങ്ങനെ ശിർക്കാവും? ഈ ഗുരുവായൂരപ്പനെയും ശബരിമലയപ്പനെയും വിളിച്ചു തേടുന്നത് എങ്ങനെ ശിർക്കാവും?
പിന്നെ മരിച്ചുപോയ പ്രവാചകന്മാരെ വിളിച്ചു എന്നെങ്ങനെ ശിർക്കാവും? ജീവിച്ചിരിക്കുന്നു എന്ന് ഇന്നും വിശ്വസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈസാ നബി അടക്കമുള്ളവരോട് ക്രിസ്ത്യാനികൾ തേടിക്കൊണ്ടിരിക്കുന്ന തേട്ടം എങ്ങനെ ശിർക്കാവും? തുടങ്ങിയിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ കിട്ടണം. ഇതാണ് അതിന്റെ വസ്തുത. അപ്പൊ ഇതെന്താ, ഓരോ സമയത്ത് തങ്ങളുടെ വാദഗതികളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതിരിക്കുമ്പോൾ അതിന്റെ കൂടെ ഇറക്കുന്ന പുതിയ സംഗതികളാണ് ഇങ്ങനെയുള്ള സംഗതികൾ. നമ്മൾ ആലോചിക്കേണ്ടത് എന്താ അറിയോ? ഇപ്പൊ ഈ വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ട സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്തുവാൻ ജിന്നുകളുടെ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ മുങ്ങി മരിക്കുമ്പോൾ അവിടെ ഹാലിലുള്ള ജിന്ന് സഹായത്തിനെത്തും എന്ന പ്രതീക്ഷയിലാണ് പലരും ഉള്ളത്, അവിടേക്ക് എത്തിയിരിക്കുന്നതാണ്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ ആ പ്രതീക്ഷയുടെ പിന്നിലുള്ളത് അദൃശ്യമായ അഭൗതികമായ പ്രതീക്ഷ തന്നെയാണ്. അത് പടച്ചവന്റെ പരമാധികാരത്തിൽ പങ്കുചേർക്കലുമാണ്. എന്തുകൊണ്ട്? ഇവിടെ നമ്മളിപ്പോ ഒരു മൈക്രോസ്കോപ്പ് കൊണ്ടോ മറ്റൊക്കെ മാത്രം നോക്കിയാൽ കാണുന്ന കുറെ ജീവികളുണ്ട്, ബാക്ടീരിയ, വൈറസ് പോലെയുള്ളത്. അതൊക്കെ മൈക്രോസ്കോപ്പ് കൊണ്ടെങ്കിലും നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത് കൊണ്ട് അതൊന്നും അഭൗതികമല്ല, ഭൗതികം തന്നെയാണ്. എന്നാൽ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ അവന്റെ കയ്യിലുള്ള ഏതെങ്കിലും ഉപകരണങ്ങൾ കൊണ്ടോ ഒരിക്കലും സാന്നിധ്യം അറിയുവാൻ കഴിയാത്ത സൃഷ്ടികളാണ് മലക്കുകൾ, ജിന്നുകൾ പോലെയുള്ള സൃഷ്ടികൾ. അങ്ങനെയുള്ള സൃഷ്ടികൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായത് തന്നെ അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അവരുടെ സാന്നിധ്യം അറിയാൻ വഹിയല്ലാത്ത മറ്റൊരു മാർഗവും ഒരു മനുഷ്യനില്ലതാണ്. എന്നാൽ വഹി അള്ളാഹുവിന്റെ റസൂലിനോട് കൂടി അവസാനിക്കുകയും ചെയ്തു. റസൂലിന് തന്നെ വഹി ഉണ്ടായിട്ടും ഈ ജിന്നുകൾ പ്രവാചക സന്നിധിയിൽ വന്ന് ഖുർആൻ കേട്ടുപോയ ശേഷം അള്ളാഹു വഹി കൊടുത്തപ്പോഴാണ് അങ്ങനെ അവർ വന്നിരുന്നു, കേട്ടിരുന്നു എന്നൊക്കെ റസൂൽ പോലും പറയുന്നത്. എന്നിരിക്കെ വഹി കൊണ്ടല്ലാതെ ജിന്നുകളുടെ സാന്നിധ്യം അറിയില്ല, അതുപോലെ മലക്കുകളുടെ സാന്നിധ്യം അറിയില്ല എന്നതുകൊണ്ട് തന്നെ വഹി കൊണ്ടല്ലാതെ അറിയാൻ കഴിയാത്ത ഇങ്ങനെയുള്ള സംഗതികളെ അദൃശ്യം, അഭൗതികം എന്നല്ലാത്തൊരു വ്യാഖ്യാനം ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജിന്നുകൾ അതുപോലെ മലക്കുകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ അഭൗതിക സൃഷ്ടികൾ തന്നെയാണ്. അവരോടുള്ള എന്തു പ്രതീക്ഷയും അഭൗതികമാണ്, അദൃശ്യമാണ്. അള്ളാഹു അല്ലാത്ത ശക്തികളോടോ വ്യക്തികളോടോ അദൃശ്യമായി അഭൗതികമായി ഭയപ്പാടോ പ്രതീക്ഷയോ വെച്ചുപുറുന്നത് ശിർക്കിന്റെ ഗണത്തിലാണ് പെടുക. ആ ശിർക്കിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരെ കൊണ്ടുപോകാനും ഇവിടെ നടത്തിയിരിക്കുന്ന ഘട്ടം ഘട്ടമായ ശ്രമങ്ങളാണ് ഇപ്പോൾ അള്ളാഹു മാത്രമേ അഭൗതികമായുള്ളൂ, ബാക്കിയെല്ലാം ഭൗതികമാണ് എന്ന പുതിയ വാദങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത്. ഇതാണ് വസ്തുത. കാര്യങ്ങൾ മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും. നേരത്തെ DC ആയതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ക്ഷമിക്കുക. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ഈ നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഒന്നുമില്ല. ഞാൻ കുറച്ച് വിഷയത്തിൽ മാറി ചോദിക്കുകയാണ്. ഇത് ചോദ്യം അപ്രസക്തമാണെങ്കിൽ മറുപടി പറയണമെന്നില്ല, പ്രസക്തമായ ചോദ്യമാണെങ്കിൽ മറുപടി പറയുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ചോദിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ലോകത്തിൽ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ള മുസ്ലിം ജനാധിപത്യ രാഷ്ട്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഇപ്പൊ നേരിടുന്ന പ്രശ്നം എന്നുള്ളത് ഈ തീവ്രവാദമാണ്. അത് മുസ്ലിം തീവ്രവാദമാണ്. അതായത് ലോകത്തിലുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ. ഇനി നോൺ മുസ്ലിം രാഷ്ട്രങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെയും തീവ്രവാദത്തിന്റെ നേരിൽ നിൽക്കുന്നുള്ളത് മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പോ ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ തന്നെ ആക്രമിക്കുന്ന, മറ്റൊരു വശത്ത് മുസ്ലിങ്ങൾ നോൺ മുസ്ലിങ്ങളെയും ആക്രമിക്കുന്ന ഒരു വസ്തുത വരുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ ഒക്കെ ആളുകൾ പറയുന്ന ഉത്തരങ്ങൾ രണ്ടാണ്. ഒന്ന് അമേരിക്കന്റെ കുതന്ത്രം, പിന്നൊന്ന് മാധ്യമങ്ങളുടെ സൃഷ്ടി എന്നുള്ള രണ്ട് മറുപടിയാണ് പൊതുവെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അമേരിക്കന്റെ കുതന്ത്രങ്ങൾക്കൊക്കെ മുസ്ലിം സമൂഹം തല വെച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അത്രമാത്രം ചിന്തിക്കാൻ കഴിയില്ലാത്തൊരു സമൂഹമായിട്ട് മുസ്ലിം സമൂഹം ഇങ്ങനെ അതപ്പതിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ വർത്തമാന കാലത്തിൽ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം എന്തെന്ന് വെച്ചെങ്കിൽ, ഈ അമേരിക്കയും മാധ്യമവും അല്ലാതെ മൂന്നാമതൊരു കാരണം ഇത്രയും മുസ്ലിം സമൂഹം ലോകവ്യാപകമായി അരക്ഷിതാവസ്ഥയിലേക്കും ഇത്രയും ഒരു അസംതൃപ്തമായ രീതിയിലേക്ക് നീങ്ങാൻ ുള്ള കാരണം അമേരിക്കൻ മാധ്യമം അല്ലാതെ മൂന്നാമത്തെ വല്ലതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ഇത്രയും മൂവ്മെന്റ്സിന് സലഫി പ്രസ്ഥാനത്തിൽ ലോകത്തിലുള്ള വഹാബി പ്രസ്ഥാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കോൺട്രിബ്യൂഷന് എന്താണ് എന്നുള്ള ചോദ്യം കൂടി ഉണ്ട്. അപ്പൊ ആ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നല്ല ചോദ്യമാണ്. ഈ ലോകത്ത് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ മൊത്തം ചുമതല മുസ്ലിങ്ങൾക്ക് തന്നെയാണ് എന്ന ഒരു പ്രചാരണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ എന്തു തീവ്രവാദ പ്രവർത്തനം നടന്നാലും ഉടനെ അത് IS ഏറ്റെടുത്തിരിക്കുന്നു,
ഹിസ്ബുൽ മുജാഹിദീൻ ഏറ്റെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന പുതിയ ഒരു ടീം അവർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നു എന്നല്ലാതെ ആരാണ് ഇവർ? ഇപ്പോ IS ഭീകരൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാൾ പിടിച്ചു നിൽക്കട്ടെ, ഏതെങ്കിലും ഒരു രാഷ്ട്രം പിടിക്കട്ടെ, അങ്ങനെ പിടിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ചരിത്രം, അവരുടെ ഹിസ്റ്ററി, അവരുടെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായി ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഇങ്ങനെയുള്ള സംശയങ്ങൾ ബാക്കി നിൽക്കുന്നതുകൊണ്ടാണ് ഈ IS പോലും ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ സൃഷ്ടിയാണ് എന്ന് സംശയിക്കുന്നതും ഇത് മാധ്യമ സൃഷ്ടി, അമേരിക്കൻ സൃഷ്ടി എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിം ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശങ്ങൾ മനസ്സിലാക്കി പ്രവാചകച്ചേരെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഓരൊറ്റ മനുഷ്യനും മുസ്ലിമിനെയോ മുസ്ലിമേതര സംഘങ്ങളെയോ ആക്രമിക്കുവാനോ എതിർക്കുവാനോ അല്ലെങ്കിൽ ആയുധത്തിന്റെ ഭാഷയിൽ പ്രതികരിക്കുവാനോ ശ്രമിക്കില്ല. ഖുർആൻ അനുവദിക്കുന്നില്ല. മറിച്ചാണുള്ളത്, ഇങ്ങോട്ട് മതത്തിന്റെ പേരിൽ നമ്മെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാത്ത, നമ്മോട് യുദ്ധം ചെയ്യാത്ത ഏതൊരു മനുഷ്യനോടും പുണ്യം ചെയ്യുവാനും അവരോട് നീതിയിൽ വർത്തിക്കുവാനും ആണ് ഖുർആൻ ആവശ്യപ്പെട്ടത്. എന്നിരിക്കെ എത്രയോ നിരപരാധികൾ കൊല്ലപ്പെടുന്ന, ഒരുപാട് നിരപരാധികളുടെ വീട് തകർക്കപ്പെടുന്ന, അവരുടെ ജീവിതം നശിപ്പിക്കുന്ന ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ആളുകൾ ആരാണെങ്കിലും അവർക്ക് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്നാൽ ഇവിടെ ചോദിച്ച വിഷയം എന്താ വെച്ചാൽ ഈ IS പിന്നെ അമേരിക്കൻ ശക്തിയും അതുപോലെ മാധ്യമ സൃഷ്ടിക്കും അപ്പുറത്ത് ഇതിന് വല്ല കാരണങ്ങൾ മുസ്ലിം ലോകത്തിലെ മൊത്തത്തിലുള്ള അരക്ഷിതാവസ്ഥയ്ക്ക് വല്ല കാരണമുണ്ടെന്നാണ്. അതിന് അള്ളാഹു പറഞ്ഞത് വലാ തഹിനു വലാ തഹസനു വ അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ എന്നാണ്. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളും അതുപോലെ തന്നെ വിശ്വാസികളായി നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഉത്തമന്മാർ, ഏറ്റവും ഉന്നതന്മാർ. നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല, ദുർബലരാവേണ്ടതില്ല എന്നാണ് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇന്ന് മുസ്ലിം ലോകത്തിന്റെ അവസ്ഥ പരിശോധിച്ചാൽ ഏതാണ്ട് 140 കോടിയിലധികം മുസ്ലിങ്ങൾ ലോകത്തുണ്ട്. ആ 140 കോടിയിൽ ഏകദൈവ ആരാധനയെ അടിസ്ഥാന ആദർശമായി സ്വീകരിച്ച് അദൃശ്യമായി അഭൗതികമായി നമ്മളെ സഹായിക്കുവാനും ഉപദ്രവിക്കുവാനും അള്ളാഹു അല്ലാതെ മറ്റൊരു ശക്തിയുമില്ല എന്ന ആ അടിസ്ഥാന വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന മുസ്ലിങ്ങൾ എത്ര ശതമാനം ഉണ്ടാകും എന്നുകൊണ്ട് പരിശോധിക്കാം. അതോടൊപ്പം ഖുർആൻ പറഞ്ഞാൽ, ഞാൻ നേരത്തെ എന്റെ വിഷയാദത്തിൽ പറഞ്ഞാണ്, സൂറത്തുൻ നൂറിലെ ഒരു ആയത്ത്, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായി നിൽക്കുകയും സൽവൃത്തരായി നിലകൊള്ളുകയും ചെയ്താൽ, അതോടൊപ്പം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, ആരെയും പങ്കു ചേർക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് നൽകിയതുപോലെ തന്നെ പ്രാതിനിധ്യം നൽകും. അതുപോലെ തന്നെ മുൻഗാമികൾക്ക് നൽകിയത് പ്രാതിനിധ്യം നൽകും. നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട നിങ്ങളുടെ മതത്തിൽ ഇവിടെ സ്വാധീനം നൽകും. അതോടൊപ്പം നിങ്ങൾക്ക് നിർഭയത്വം നൽകി അള്ളാഹു പറഞ്ഞാണ്. ഈ മൂന്ന് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ കാരണങ്ങൾ പരിശോധിക്കേണ്ടത് അതിന്റെ ആദർശപരമായ അടിത്തറ എവിടെ നിൽക്കുന്നുള്ളതാണ്. അത് നമുക്ക് കൃത്യം ബോധ്യപ്പെടും. ഇന്ന് ലോകാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ഏത് മുസ്ലിം രാഷ്ട്രങ്ങളും ഒരല്പമെങ്കിലും അതിൽ ഒരു ആശ്വാസമുള്ള സൗദി അറേബ്യ മാത്രമാണ്. ബാക്കിയുള്ള മുഴുവൻ മുസ്ലിം രാഷ്ട്രങ്ങളിലും ഈ ഇസ്ലാമിന്റെ പേരിൽ തന്നെ ഖബർ പൂജയും ഖബർ ആരാധനയും അതുപോലെ അനുബന്ധമായിരിക്കുന്ന ഒരുപാട് ബഹുദൈവാരാധനയുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഒരു സമാധാനമോ ഒരു അവർക്കൊരു സ്വാധീനമോ അവർക്കൊരു പ്രാതിനിധ്യമോ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നില്ല. അത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അടുത്തൊരു ചോദ്യം വന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ ലോക സലഫി പ്രസ്ഥാനങ്ങൾക്ക് വഹാബി പ്രസ്ഥാനങ്ങൾക്കുള്ള പങ്ക്, അതിനെക്കുറിച്ചാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഇപ്പോ ഈ നമ്മുടെ നാട്ടില് ഏതെങ്കിലും ഒരാള് ഒരു അബദ്ധം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു അക്രമം ചെയ്തിട്ട് അയാൾ ഒരു കേസിൽ പിടിക്കപ്പെട്ടിട്ട് അയാൾ പറയാണ്, ഞാൻ ഒരു സമസ്തക്കാരനാണ്, അല്ലെങ്കിൽ ഞാനൊരു ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനാണ്, അല്ലെങ്കിൽ ഞാനൊരു മുജാഹിദ് പ്രവർത്തകനാണ് എന്ന് പറഞ്ഞാൽ ആ പറയുന്നതിനെ മുഖവിലക്കെടുത്തുകൊണ്ടാണ് ആ വിഷയത്തെ ആ ഒരു പ്രസ്ഥാനത്തിന്റെ പേരിലേക്ക് ചേർത്ത് വെക്കുന്നത്. ഇപ്പൊ ലോകത്ത് തീവ്രവാദത്തിന്റെ പേരിലൊക്കെ പിടിക്കപ്പെട്ട പലരെയും പിടിക്കുമ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ സലഫികളാണ് എന്ന് പറഞ്ഞാൽ അത് സലഫി പ്രസ്ഥാനത്തിന്റെ പേരിലേക്ക് ചേർത്ത് വെക്കാണ്. ഇതല്ലാത്ത എവിടെ ഒന്നും ഈ വിഷയത്തിൽ കിട്ടുക സാധ്യമല്ല. പിന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ആദർശ അടിത്തറ വിശുദ്ധ ഖുർആനില്ല. എന്നാൽ വിശുദ്ധ ഖുർആനും പ്രവാചക തെരിയുമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശമെന്ന് പഠിപ്പിക്കുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്ന ഒരുപാട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അവരിൽ പെട്ടവരാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും അതുപോലെ മുഹമ്മദ് അബ്ദുൽ വഹാബും ജമാഅത്തുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദയും റഷീദുല്ലയും അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ. അവർ ആ വിഷയത്തിൽ അവരെ നമ്മൾ മുൻഗാമികളായി കാണുന്നു എന്നല്ലാതെ അവർ ഉണ്ടാക്കിയതോ അവർ സംഘടിപ്പിച്ചതോ അവർ സംവിധാനിച്ചതോ അല്ല
കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് അതിന് കേരളത്തിന്റെ ജനാധിപത്യ പരമായിരിക്കുന്ന കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന് പ്രത്യേകമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും ഉണ്ട്. ആ തരത്തിൽ വളർന്നു പോകുന്നത് കേരളത്തിന്റെ മണ്ണിൽ വളർന്നു വന്ന് അവിടെ തന്നെ വികസിച്ച് അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതിനെ ഒരു അറബ് രാഷ്ട്രത്തിലെയോ അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിലെയോ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളുമായി നമുക്ക് താരതമ്യപ്പെടുത്താൻ ഒരിക്കലും കഴിയുകയില്ല എന്നതാണ് വസ്തുത. ആ നിലക്കാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, പെട്ടെന്ന് മൈക്ക് എടുക്കണം. നമ്മുടെ പരിപാടി അവസാനിക്കാനായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ സമയമനുസരിച്ച് 10 മിനിറ്റ് കൂടെയുള്ളൂ ബാക്കി. ഇവിടെ അബൂ ഫർഹാൻ 123 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജിന്ന വിഭാഗം സുഹൃത്ത് ഒരുപാട് ടെക്സ്റ്റുകൾ അദ്ദേഹം അടിക്കുകയുണ്ടായി, വളരെ മോശമായ ടെക്സ്റ്റുകൾ. ബഹുമാനപ്പെട്ട കരിമ്പിലാക്കൾ സംസാരിക്കുമ്പോൾ പൊട്ടത്തരം പറയുന്നു, ബുസ്താനുൻ അലീം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ടെക്സ്റ്റുകൾ നിങ്ങൾ കണ്ടു കാണും. അദ്ദേഹം മുങ്ങി. അവസാനം ഒരു ഹദീസ് ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം മുങ്ങുന്നത്. അദ്ദേഹം അവിടെ ബേസ് ചെയ്ത ഹദീസ് മറ്റേ അജ്മാക്കാരൊക്കെയുടെ ഹദീസാണ്. സിഹിർ വലിക്കുകയില്ല, സിഹിറിന് സിഹിർ മാറുന്നതിന് വേണ്ടിയിട്ട് ലം യളുറുഹു ദാലികയും സുംബുൻ വലാ സിഹറുൻ എന്ന് പറയുന്ന ഈ ഹദീസ് ബേസ് ചെയ്ത. അപ്പൊ ആ മനുഷ്യന് ഇവിടെ മൈക്കിൽ വന്ന് ചോദിക്കാവുന്നതേ ഉള്ളൂ. ചോദിക്കാനുള്ള ധൈര്യമോ തന്റെ ഇടമോ കാണിക്കാതെ ടെക്സ്റ്റ് എടുത്ത് കാര്യങ്ങൾ പറയുമ്പോ പൊട്ടത്തരം പറയുന്നു, അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ അദ്ദേഹം ടെക്സ്റ്റ് അടിക്കുക. ഇതാണ് സത്യത്തിൽ ഈ ആളുകളുടെയൊക്കെ ഒരു അവസ്ഥ. ഏതായിരുന്നാലും പ്രിയമുള്ളവരെ, അടുത്ത ആളുകൾ പെട്ടെന്ന് മൈക്കെടുക്കുക. അൽക്കസീം വോയിസ് ഇല്ല എങ്കിൽ അബു ഇഫ, അതല്ലെങ്കിൽ അബു മുസ മൈക്കെടുത്തോളൂ. നമ്മുടെ പരിപാടി 10 മിനിറ്റ് കൂടി ആയിരിക്കും ഉണ്ടാകുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ചോദിക്കാനാണ് വിചാരിച്ചത്. ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ സലാം സുല്ലമീൻ ഓരോരോ ഷബാബിലൊക്കെ ഇങ്ങനെ എഴുതി വിടുന്നുണ്ട്. മുഖം മറക്കൽ, സ്ത്രീകളുടെ മുഖം മറക്കൽ, ജുമാന്റെ ശേഷം സുന്നത്ത് നമസ്കരിക്കുന്ന കാര്യം, ഇങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഇതുവരെ അങ്ങനെ മുജാഹിദിലെ യഥാർത്ഥ മുജാഹിദ് പണ്ഡിതന്മാരാരും പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. ഇതൊക്കെ ഈ ഹദീസ് നിഷേധമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അബ്ദുസലാം സുല്ലമിന്റെ ഒരു കളി തന്നെയല്ലേ ഇതും എന്ന് ഇത് ആരെങ്കിലും പറഞ്ഞതായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും. ഈ സ്ത്രീകളുടെ മുഖം മറക്കുന്നതുമായി ബന്ധപ്പെട്ട് സലാം സുല്ലമി എഴുതിയിരിക്കുന്ന വിഷയം ഹദീസ് നിഷേധമാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അത് ഹദീസ് നിഷേധമാകണമെങ്കിൽ സ്ത്രീകള് പുറത്തിറങ്ങുമ്പോൾ മുഖം മറച്ചുകൊണ്ടാണ് ഇറങ്ങേണ്ടത് എന്ന ഹദീസ് വേണം. അങ്ങനെ ഒരു ഹദീസ് ഇതുവരെ ആരും ഉദ്ധരിച്ച് എവിടെയും കണ്ടില്ല. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, മക്കയിലെ അംറു ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകറിന്റെ ഉത്തരവാദപ്പെട്ട ഒരു പണ്ഡിതൻ, അദ്ദേഹം ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടത് നമുക്കറിയാം. അദ്ദേഹം പ്രത്യക്ഷപ്പെടുമ്പോൾ കൂടെ തന്റെ ഭാര്യയുണ്ടായിരുന്നു. ഭാര്യ മുഖം മറക്കാതെ പ്രത്യക്ഷപ്പെട്ടത്. ഇതിന് അദ്ദേഹം പറഞ്ഞത്, മുഖം മറക്കുക നിഖാബ് എന്ന പദ്ധതിക്ക് ഇസ്ലാമിക പ്രമാണങ്ങളിൽ വല്ല തെളിവുമുണ്ടെങ്കിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കണം. ഞാൻ ഇതുവരെ കണ്ടില്ല. അങ്ങനെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടാൻ എനിക്ക് തോന്നുന്നത് അറബ് ന്യൂസിലോ മറ്റോ ആണ് ഒരു ലേഖനം വന്നിരുന്നു. ആ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്ന സംഗതി, ഇദ്ദേഹം ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രമാണങ്ങളുടെ പിൻബലത്തിൽ എവിഡൻസ് കൊടുത്തുകൊണ്ട് മറുപടി പറയുകയല്ലാതെ വെറുതെ ആക്ഷേപിച്ചുകൊണ്ടും യാതൊരു കാര്യമില്ലെന്നാണ്. ഇവിടെ എനിക്കും പറയാനുള്ളതാണ്, അബ്ദുസലാം സുല്ലമി അടക്കം, അബ്ദുസലാം സുല്ലമി മാത്രമല്ല കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഒരുപോലെ അംഗീകരിക്കുന്ന വിഷയമാണ്. സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ മുഖവും മുൻകൈയും ഒഴികെയുള്ള ശരീരഭാഗങ്ങൾ മറച്ചുകൊണ്ടാണ് പുറത്തിറങ്ങേണ്ടത്. അതാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നും പഠിപ്പിച്ചത്. ഇത് അബ്ദുസലാം സുല്ലമി മാത്രം പറഞ്ഞതോ പഠിപ്പിച്ചു വയ്ക്കുന്ന സംഗതിയല്ല. അതാണ് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച ഇസ്ലാമിന്റെ ആദർശം തന്നെയാണ്.
അതിന് ആ നിലക്കാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്ത് ഒരു മുഖം മറക്കൽ കൂടി, മുഖവും കൂടി മറച്ചെങ്കിലേ ഇസ്ലാമികമായി ഒരു സ്ത്രീ പൂർണ്ണമായി ഔറത്ത് മറക്കുന്നവളാകൂ എന്ന വാദം ഉന്നയിച്ചവരാണ് പുതിയ വാദം ഉന്നയിച്ചത്. ആ പുതിയ വാദത്തിന് ഒരു സ്വഹീഹായിരിക്കുന്ന ഹദീസിന്റെ പിൻബലം അവരാരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അങ്ങനെ ഹദീസ് ചൂണ്ടിക്കാണിച്ചിട്ട് അതിനെ നിഷേധിച്ചാൽ മാത്രമേ ഹദീസ് നിഷേധമാവുകയുള്ളൂ, മറ്റതൊരു ആരോപണം മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമയം കേൾക്കുന്നുണ്ടോ സഹോദരങ്ങളെ? അസ്സലാമലൈക്കും. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത് നമ്മളെ പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളും, ഇതില് ഇസ്ലാമിന് ഇതിന് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നുള്ളത് ഒന്ന് അറിയുന്നതാണ്. അതോടൊപ്പം തന്നെ മുമ്പ് ഇത് യഥാർത്ഥ മുജാഹിദുകൾ നമ്മളിത് പറഞ്ഞപ്പോൾ പലരും ഇത് പുച്ഛത്തോടെ കാണുകയും പരിഹാസപ്പെടുത്തുകയും ഉണ്ടായി. ഇപ്പോൾ ഇത് പറഞ്ഞ ആളുകൾ തന്നെ ഇപ്പോൾ ഇത് ഏറ്റെടുക്കുകയും ഇതിന്റെ ആൾക്കാരാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിലെ ഇരട്ടത്താപ്പ് എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞു തരാം, വ്യക്തമാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, 99 ആരോപണങ്ങൾ ഏത് പരിശോധിച്ചാലും അത് ചില താല്പര്യങ്ങൾക്ക് വേണ്ടി പടച്ചുണ്ടാക്കിയിരിക്കുന്ന ആരോപണങ്ങൾ മാത്രമാണ്. അത് ആരോപിക്കുന്നവർക്ക് പോലും അതിലൊരു ആത്മാർത്ഥതയും ഉണ്ടായിരുന്നില്ല എന്നാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതിന്റെ ഭാഗം തന്നെയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ. അതൊക്കെ ഒരു ആദർശ വ്യതിയാനത്തിന്റെ ഭാഗമായി അന്ന് ചൂണ്ടിക്കാണിച്ചതും ഇപ്പോൾ അതേ ആളുകൾ അതിൽ വല്ലാതെ മുന്നിട്ടിറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോ നമുക്കറിയാം ഇതിന്റെ പ്രാധാന്യം ചോദിച്ചു. വിശുദ്ധ ഖുർആനിൽ ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ വഹയായി വന്ന സൂറത്താണ് സൂറത്തുൽ ദുഹ. ആ സൂറത്തുൽ ദുഹയിൽ പ്രവാചക തിരുമേനി സുല്ലാസിന്റെ ജീവിതത്തിന്റെ പഴയ കാലത്തേക്ക് ഒന്ന് തിരിച്ചു പിടിച്ചിട്ട് പിന്നെ പറഞ്ഞ സംഗതി എന്താ? അമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ സായില ഫലാ തൻഹർ. അത്ര പറയില്ല. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമസ്കാരം നിർബന്ധമാകുന്നത് മിഅ്റാജോട് കൂടിയാണല്ലോ. മിഅ്റാജ് ഉണ്ടാകുന്നത് ഹിജ്റയുടെ തൊട്ട് മുമ്പാണ്. അതുവരെയും റസൂലുള്ളാഹിക്ക് ഒരു അമലും ഇല്ലായിരുന്നു എന്ന് പറയാൻ കഴിയുമോ? കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ പ്രബോധനയിൽ മാത്രമല്ല അമലുണ്ടായിരുന്നോ നോക്കേണ്ടത്. ഉണ്ട്. ആ അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ നമസ്കാരമെന്ന അതിപ്രധാനമായ കർമ്മത്തിന്റെ മുമ്പ് പഠിപ്പിച്ചതും പ്രാവർത്തികമാക്കിയതുമായിരിക്കുന്ന വിഷയമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. അനാഥരെയും അഗതികളെയും സംരക്ഷിക്കുക, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അത് ഖുർആൻ അടിവരയിട്ട് ആവർത്തിച്ചു പറഞ്ഞു. എന്നിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞ് നമസ്കാരം നിർബന്ധമാക്കുമ്പോൾ ആ നമസ്കാരം പരലോകത്ത് സ്വീകരിക്കപ്പെടുവാനും അവിടെ നരകത്തിൽ പോവാതിരിക്കുവാനും പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ പറഞ്ഞെടുത്ത് ഒരു ക്ലോസ് എന്ന നിലക്ക് ഇതേ കാര്യം പറഞ്ഞു. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദുഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽമുസല്ലീൻ എന്ന് പറയുന്ന സൂറത്തിലൂടെ നമുക്കത് വ്യക്തമാകും. അപ്പോൾ നമസ്കരിച്ചിട്ട് അതിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ അയാൾ അനാഥരെയും അഗതികളെയും സംരക്ഷിക്കുവാൻ പണിയെടുക്കുന്നവനായി മാറണം എന്നാണ് ഖുർആൻ ആവശ്യപ്പെട്ടത്. സമാനമായിരിക്കുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ, ഒരുപാട് ആയത്തുകളും അനുബന്ധമായ ഹദീസുകൾ നമുക്ക് ഇതിന്റെ കൂടെ ലഭിക്കും. അതുകൊണ്ട് തന്നെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരിക്കലും നിസ്സാരമായി തള്ളാൻ കഴിയില്ല. അത് ഇസ്ലാമിലെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് ISM അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നേരത്തെ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരത് ആളെ കാണിക്കുവാനോ അല്ലെങ്കിൽ തൽക്കാലം ഒരു സംവിധാനമൊന്നുമല്ല. നേരത്തെ തന്നെ ISM മെഡിക്കൽ എയ്ഡ് സെന്റർ നമുക്കറിയാം, ആയിരക്കണക്കിന് നിർദ്ധനരായിരിക്കുന്ന രോഗികൾക്ക് മരുന്നും ഭക്ഷണവും നൽകുന്ന ആ ഒരു പ്രവർത്തനം ഒട്ടും ചെറുതല്ല. ഒരുപാട് പ്രവർത്തനങ്ങൾ ISM-ഉം KNM ഒക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നിർവഹിക്കുകയും ചെയ്യും. അതങ്ങനെ തുടരും. എന്നാൽ മറുപക്ഷത്തുള്ള ആളുകൾ സംഘടന പിളരുന്നത് വരെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ട് ആദർശവേദം ആരംഭിച്ചെങ്കിലും പിളർന്ന ഉടനെ തന്നെ ഈ തണൽ പോലെയുള്ള കിറ്റ് പരിപാടികൾ ഇപ്പത്തെ പോലെ ഒരുപാട് പുതിയ പദ്ധതികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒക്കെ എന്താണ്? സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളാണ്. അങ്ങനെയെങ്കിലും 4 ആളെ കൂട്ടാനാവാന്ന് എനിക്കറിയില്ല. അത് ആ നിലക്കാണ് ഇപ്പോൾ വരുന്നത്. എന്തായിരുന്നാലും അന്ന് ആരോപിച്ച ആരോപണം അസ്ഥാനത്തായിരുന്നു. വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്ന് തന്നെയാണത്. ഖുർആൻ തന്നെ ഇസ്ലാമിന്റെ കർമ്മങ്ങൾ എണ്ണി പറഞ്ഞെടുത്ത് ഒന്നാമത് പറഞ്ഞത് ആത്തൽ മാല അലാ ഹുബ്ബിഹി ദബിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ എന്ന ഭാഗമാണ്. രണ്ടാമതാണ് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞത്. മൂന്നാമതാണ് സക്കാത്തിനെ കുറിച്ച് പറഞ്ഞത്. അവിടെയൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. സമയദൈർഘ്യം ഭയപ്പെടുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. കാര്യങ്ങൾ മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിപ്പോ നിങ്ങൾ ഈ മുജാഹിദിന്റെ തന്നെ ഔദ്യോഗിക വസ്തു എന്ന് പറഞ്ഞ ഈ CD ടവർ വാറും പിന്നെ നിങ്ങൾ മടവൂർ
ഗ്രൂപ്പിൽ നിന്ന്. ഇതൊക്കെ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളായിട്ടാണ് എനിക്ക് തോന്നി. കാരണം ഞങ്ങൾ യഥാർത്ഥ സലഫികളെ ചെറുവാടിയിട്ട് ഉപദ്രവിക്കാൻ തല്ലാൻ നിങ്ങൾ രണ്ടു കൂട്ടം ഒന്നിച്ചു ചേർന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ ഞങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ എന്നാണ് എന്റെ സംശയം. ഓക്കെ, മൈക്ക് റിലീസ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും. ഈ ചെറുവാടിയിൽ വെച്ച് ഞങ്ങൾ യഥാർത്ഥ സലഫികളെ നിങ്ങൾ രണ്ടു കൂട്ടരും കൂടി തല്ലി എന്നാണ് പുതിയൊരാക്ഷേപം. അപ്പൊ അതിന്റെ അർത്ഥം CD ടവർ ടീമും മർക്കസ് ദേവ ടീമും ഒരേ നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണെന്നാണ്. ഒരേ നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണെങ്കിൽ രണ്ടിനും വ്യത്യാസമുണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടും ഒന്നല്ല, ഒന്നാണെങ്കിൽ ഒരേ പുറമാണ് ആവേണ്ടത്. അപ്പൊ ഈ ചോദ്യത്തിന് തന്നെ ഉത്തരണ്ട്, രണ്ടും രണ്ട് പുറമാണ്, ഈ രണ്ട് പുറം വ്യത്യസ്തമാണ്. ആ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കറിയാം, ബഹുമാന KP മുഹമ്മദ് പോലൂടെയൊക്കെ ചില വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്ട് അഹഫുൽ ലറീൻ ഏതാണോ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. രണ്ട് ഷെറ് വരുമ്പോൾ അതിൽ ഷെറ് കുറഞ്ഞത് ഏതാണോ അതാണ് അവിടെ പരിഗണിക്കുക. ചെറുവാടിയിൽ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനം പടുത്തുയർത്തിക്കുന്ന പള്ളിയിൽ ഈ ജിന്ന് വിവാദവുമായി ബന്ധപ്പെടുത്തി ജിന്നുകളെ ജിന്ന് അഭൗതികമല്ല അത് ഭൗതികമാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയും ആദർശപരമായി ഇസ്ലാമിന് പരിചയമില്ലാത്ത കുറെ കാര്യങ്ങൾ മിമ്പറിലൂടെ കൊണ്ടുവരികയും ചെയ്തപ്പോൾ അവിടെ മുജാഹിദ് പ്രവർത്തകർ നിലക്ക് സ്വാഭാവികമായി ഞങ്ങളുടെ പ്രവർത്തകന്മാർ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരിച്ചത് നേർക്കുനേരെ നാവ് കൊണ്ടാണ്, വടികൊണ്ട് അടികൊണ്ടൊന്നുമല്ല, നേർക്കുനേരെ പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതികരിച്ച അഥവാ ആദർശപരമായി ആ വിഷയത്തെ നേരിടുവാൻ ശ്രമിച്ചപ്പോ ആ ശ്രമിച്ചിരിക്കുന്ന പ്രവർത്തകന്മാർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാൻ അവിടുത്തെ ഖത്തീബ് ചെയ്തത്. നിങ്ങൾ പറഞ്ഞ ഈ ഞങ്ങളാവുന്ന സലഫികളുടെ ഖത്തീബ് ചെയ്തത് ഇവർക്കെതിരെ കേസ് കൊടുക്കാണ്. അത് പിന്നെ വിവാദമായി പ്രശ്നമായി. ഇങ്ങനെ പ്രശ്നം വന്നപ്പോ എന്തുകൊണ്ടോന്നറിയില്ല, ആ പള്ളിയുടെ നിയമപരമായിരിക്കുന്ന അധികാരം CD ടവർകാർക്കാണെന്നാ പറയുന്നത്. ആ CD ടവർകാര് ഈ കാര്യത്തിൽ ഞങ്ങളോട് സഹകരിച്ചു. അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങളൊരു ആദർശപരമായി മുന്നോട്ട് പോകുന്നതിന് ആര് സഹായിച്ചാലും സഹായം നമ്മൾ സ്വീകരിക്കും. അതിനകത്ത് രണ്ടും ഒന്നാന്നല്ല. പണ്ടൊക്കെ കേരളത്തിൽ പല മുസ്ലിം പള്ളികളും ഉണ്ടാക്കിയപ്പോൾ ആ പള്ളിയുടെ മുമ്പിലുള്ള ഒന്നാമത്തെ വാതില് ആ പള്ളിക്ക് പണിയെടുത്തിരിക്കുന്ന ആശാരി സംഭാവന ചെയ്തായിരിക്കും. ആശാരി പലപ്പോഴും മുസ്ലിം ആയിരിക്കില്ല. എന്നിട്ടും ആ സംഭാവന നമ്മൾ സ്വീകരിക്കാറുണ്ട്. അത് അവർ തമ്മിൽ ഒന്നായത് കൊണ്ടല്ല. എന്ന പോലെ ആദർശപരമായി നമുക്കറിയാം, ഈ വിഷയത്തിൽ ജിന്ന്, സിഹിർ, കണ്ണേറ് തുടങ്ങിയിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ നമ്മളുമായി മാറി നിൽക്കുന്ന ആദർശപരമായി എല്ലാത്തിനും വ്യതിയാനമല്ല, ആദർശ ശൂന്യത തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ പറയുന്ന ആ സലഫികൾ. അവരുമായി നമുക്ക് യോജിക്കാൻ കഴിയാത്തയിടത്ത് അത്ര തന്നെ കുഴപ്പമില്ലാത്ത എന്നാൽ ഒരുപാട് കുഴപ്പം പുറത്തിപ്പോ CD ടവറുകാരാണെങ്കിലും അവര് സിഹിറിന്റെ കാര്യത്തിൽ, കണ്ണേറിന്റെ കാര്യത്തിലൊക്കെ നിങ്ങളുടെ ടീം തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ആ ജിന്നുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രം ചെറിയൊരു മാറ്റം അവർക്കുണ്ട്. ആ വിഷയമാണ് ചെറുവാടി ചർച്ചയ്ക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിൽ അവർ നമ്മളെ കൂടെ വന്നു, അത്രയേ ഉള്ളൂ. അതിപ്പോ കേരളത്തിലെ സമസ്തക്കാരുമായി അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കാരുമായിട്ട് മുജാഹിദുകൾ വേദി പങ്കിടാറുണ്ട്, ഒരുമിച്ച് നിൽക്കാറുണ്ട്. പണ്ട് ശരീഅത്ത് വിവാദകാലം വന്നപ്പോൾ ആ വിഷയത്തിൽ മുജാഹിദും സുന്നി ജമാഅത്തൊക്കെ ഒന്നാണ്, അവിടെ ഒരുമിച്ച് നിന്നു. അതുപോലെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് യത്തീംഖാനകൾക്കെതിരെ വിഷയം വന്നപ്പോൾ മുജാഹിദും സുന്നി ജമാഅത്തൊക്കെ ആ വിഷയത്തിൽ ഒരുമിച്ചാണ്, ഒന്നാണ്, ഒരുമിച്ച് വന്നു. എന്ന പോലെ ജിന്ന് വിവാദത്തിന്റെ വിഷയത്തിൽ ജിന്നുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ ഇറക്കിയിരിക്കുന്ന പുതിയ വാദങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് തന്നെയാണ് CD ടവർകാർക്കും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവർ ഞങ്ങളുടെ കൂടെ ഒന്നും അങ്ങനെ വരുന്നവരെ ഞങ്ങൾ ആട്ടിപ്പുറത്താക്കാറില്ല. ഇതിന്റെ അർത്ഥം രണ്ടും ഒന്നാണെന്നല്ല. നിങ്ങൾ പറഞ്ഞ പോലെ ഒരു നാണയത്തിന്റെ രണ്ട് പുറം രണ്ട് തന്നെയാണ്. ആ നിലക്ക് തിരിച്ചറിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പരിപാടി സമാപിക്കാൻ സമയമായിട്ടുണ്ട്. സൗദി സമയം 10:15 നമ്മൾ പറഞ്ഞത്, 10:15 കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് ചോദിക്കാനുണ്ട് എങ്കിൽ പെട്ടെന്ന് മൈക്ക് എടുക്കുക. നമ്മൾ ഒരാൾക്ക് അവസരം കൊടുക്കാം. ഇൻഷാ അല്ലാഹ് അതിന് ശേഷം പരിപാടി നിർത്തുന്നതായിരിക്കും. നമ്മുടെ ലാസ്റ്റ് സമാപനം ഒരു 2 വാക്കുകൂടെ സംസാരിച്ച് ഇൻഷാ അല്ലാഹ് അദ്ദേഹം നിർത്തും കരിമ്പലാകൽ. അപ്പൊ ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് മൈക്ക് എടുത്തു. അസ്സലാമു അലൈക്കും. അല്ല, കരിമ്പലാക്കിൽ നിസ്കരിക്കുമ്പോൾ പിശാച് മനുഷ്യനെ മനസ്സിലെ ഓരോ തോന്നലുകൾ ഉണ്ടാക്കുകയും ചിന്ത മാറ്റുകയും ചെയ്യുന്നു. ഇത് മനുഷ്യന് അനുഭവപ്പെടുന്നത് അഭൗതികമായിട്ടാണോ ഭൗതികമായിട്ടാണോ? അതുപോലെ തന്നെ സലാം സുല്ലമി അനുജന്റെ ഭാര്യ അല്ല ജേഷന്റെ ഭാര്യ ബൈക്കിൽ വെച്ച് കൊണ്ടുപോകാം, അത് വിരോധമില്ല. അതുപോലെ തന്നെ ഇപ്പൊ അടുത്തെന്തോ നമസ്കാരത്തിലാണ് പെണ്ണുവരെ നമസ്കരിക്കാൻ നോക്കാം എന്തൊക്കെ സുന്നികളിൽ പറയുന്ന അബ്ദുറഹ്മാൻ നമ്മുടെ സലാം സുല്ലമി ഒരു ഫത്വ നൽകിയൊക്കെ പറയപ്പെടുന്നത്. ഇത് ശരിയാണോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാഗം നിങ്ങൾക്ക് തന്നെ അറിയില്ല.
കാരണം സലാഹുസ്ലം ഇങ്ങനെ അഞ്ചന്റെ ഭാര്യനെ കൊണ്ടുപോകാമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞേ കേട്ടു. അതുപോലെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് നിസ്കരിക്കാമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞേ കേട്ടു എന്നാണ്. ഇങ്ങനെ ഈ പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞ കൃത്യതയില്ലാത്ത വ്യക്തതയില്ലാത്ത കാര്യങ്ങൾക്ക് എന്തായാലും മറുപടി പറയാൻ കഴിയില്ല. പിന്നെ ഈ ബൈക്കിന്റെ ബാക്കിൽ വെച്ച് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് പിന്നെ എഴുതി എന്ന് പറയുന്ന സംഗതി അത് സമസ്തക്കാരെടുത്തു പിടിച്ച് ഉയർത്തി കാണിച്ചപ്പോ ആ എഴുതിയിരിക്കുന്ന ഭാഗം മുഴുവനായി വായിച്ചു കേൾപ്പിച്ച് അബ്ദുസ്സലാം സുലമി ആ വിഷയത്തിൽ ഒരു അബദ്ധവും ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല എന്ന് പ്രചരിപ്പിച്ച ആളുകളാണ് ഇവിടുത്തെ CD ടവർ ടീം അടക്കമുള്ള ആളുകൾ. അതേ സമയത്ത് അതേ CD ടവറുകാരും അതുപോലെ തന്നെ ഈ പറഞ്ഞ ജിന്ന വിഭാഗവും ഒക്കെ മറ്റൊരു തരത്തിൽ നമുക്കെതിരെ വരുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ആരോപിക്കുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആ പറയപ്പെട്ട ആ വിവാദ പ്രസ്താവന എന്ന് പറയപ്പെട്ട ആ പ്രസിദ്ധീകരണം ഈ ചോദ്യകർത്താവ് ഒന്ന് എടുത്തിട്ട് അത് പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ സംശയം അവസാനിക്കും. അതാണ്. പിന്നെ മറ്റൊന്ന് പറഞ്ഞത്, ഈ നമസ്കാരത്തില് ഈ പിശാച് വന്ന് മനസ്സിൽ പല കാര്യങ്ങളും തോന്നിപ്പിക്കുന്നത് അത് അഭൗതികമാണോ ഭൗതികമാണോ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പിന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പുറത്താക്കിയല്ലോ, അതുപോലെ തന്നെ ഇബ്ലീസിനെയും പുറത്താക്കി. ആ ഇബ്ലീസ് അന്ന് അള്ളാഹുവോട് ചോദിച്ചതാണ്, നിന്റെ സമൂഹത്തെ എനിക്ക് നീ പിന്നെ ലോകാവസാനം വരെ ആയുഷ് നൽകാം, ഞാൻ ഈ മനുഷ്യ സമൂഹത്തെ പിന്നെ വഴിപടപ്പിച്ചുകൊണ്ടേയിരിക്കും, ആ ഹിദായത്തിന്റെ പാതയിലൊക്കെ ഞാൻ വഴിമുടക്കും എന്ന് ഇബ്ലീസ് പറഞ്ഞതാണ്. അങ്ങനെ ചോദിച്ചിട്ട് അള്ളാഹു കൊടുത്തിരിക്കുന്ന സംഗതി മാത്രമാണ് മനുഷ്യ മനസ്സുകളിൽ ദുർമന്ത്രം നടത്തുക എന്ന കഴിവ് മനുഷ്യവർഗത്തിലെയും ജിന്നുവർഗത്തിലെയും പൈശാചിക സ്വഭാവമുള്ള ആൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന പ്രത്യേകതയാണ്. ആ പ്രത്യേകതയെ ആ നിലക്ക് മനസ്സിലാക്കുന്നല്ലാതെ അത് ഭൗതികമാണോ അഭൗതികമാണോ എന്ന ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയില്ല. കാരണം അള്ളാഹുവിനോട് ചോദിച്ച് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക സംഗതി അതിനത്രയേ ഉള്ളൂ. പിന്നെ പറഞ്ഞല്ലോ, ഞാൻ പിന്നെ ഞങ്ങള് അഥവാ ഈ പിശാചിന്റെ സമൂഹം മനുഷ്യരെ ഹിദായത്തിലേക്ക് പോകുമ്പോൾ തടയും, അവരെ വഴിമുടക്കും, അവരുടെ മനസ്സിൽ പല ദുശ്ചിന്തകളും ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് വഴിവെടുക്കും, നരകത്തിലേക്ക് എത്തിക്കുന്നൊക്കെയാണ്. അപ്പോ അവർ തന്നെ പറയുന്നത് ഇല്ലാ ഇബാദക്കൽ മുഖലസി എന്നാണ്. നിന്റെ യഥാർത്ഥ മുഖലിസ്യങ്ങളായിരിക്കുന്ന ഇബാദുകൾ അടിമ ഒഴിവ്. അപ്പൊ നല്ല മനുഷ്യന്മാരെ വഴിതെറ്റിക്കുവാൻ അവർക്ക് കഴിയില്ല എന്ന് അവർ തന്നെ പറയുന്നു. പരലോകത്ത് വരുമ്പോ പിശാചിനാൽ പിഴപ്പിക്കപ്പെട്ട ആളുകളെ കാണുമ്പോൾ പറയുന്നുണ്ടാ, എനിക്ക് നിങ്ങളുടെ മേൽ ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല, ഒരു അധികാരവും നിങ്ങളുടെ മേൽ എനിക്കുണ്ടായിരുന്നില്ല, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, നിങ്ങളത് സ്വീകരിക്കുക മാത്രമാണ് ചെയ്തത്, ഞാനിപ്പോൾ നിങ്ങളെ വിട്ടിരിക്കുന്നു എന്നാണ് പിശാച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ഭൗതികതയുടെയോ അഭൗതികതയോ പ്രശ്നം ഉദിക്കുന്നില്ല. അള്ളാഹു അനുവദിച്ചു നൽകിയിരിക്കുന്ന സംഗതി അത് സാധ്യമാകുന്ന ആളുകളിൽ പൈശാചിക സ്വഭാവമുള്ള മനുഷ്യരും ജിന്നുകളും ഒക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹു പറഞ്ഞത് അള്ളാഹുவோട് കാവൽ തേടുക. അതാണ് മുഅവ്വദത്തൈനിയുടെ അവസാനത്തെ ഭാഗം. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യവർഗത്തിലും ജിന്നുവർഗത്തിലും പെട്ട പൈശാചിക സ്വഭാവമുള്ള ആളുകൾ മനുഷ്യന്റെ മനസ്സുകൾ നടന്ന ദുർമന്ത്രത്തിൽ നിന്ന്, അതിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുവാനാണ് ഖുർആൻ ആവശ്യപ്പെട്ടത്. അതിന് ആ നിലക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവുകയില്ല. ഏതായിരുന്നാലും ഇത്രയും സമയം ഇതിനോട് സഹകരിച്ച് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ച് പഠിക്കുവാനും പകർത്തുവാനും ചിലതൊക്കെ ചോദ്യം ചെയ്യുവാനും ഒക്കെ ആണെങ്കിലും കുറെ കാര്യങ്ങൾ ഇവിടെ നിർണ്ണയിക്കപ്പെട്ടു. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇനിയും ഇങ്ങനെയുള്ള അനുഗ്രഹീതമായിരിക്കുന്ന പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുവാൻ ബൈലസിനും അതുപോലെ അതിന്റെ പ്രവർത്തകർക്കും സാധിക്കട്ടെ എന്ന് ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പടച്ച റബ്ബ് യഥാർത്ഥ ആദർശം ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും കൃത്യമായി പഠിക്കുവാനും പകർത്തുവാനും അത് പ്രബോധനം ചെയ്യുവാനും സാധിക്കുന്ന ആ സൗഭാഗ്യവാന്മാരിൽ അതിൽ യാതൊരു തരത്തിലുള്ള കലർപ്പുകളുമില്ലാതെ കളങ്കങ്ങളില്ലാതെ വിശ്വാസത്തിൽ യാതൊരു മായവും ചേരാതെ വളരെ വ്യക്തമായ കൃത്യമായ അതിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായി മുന്നോട്ട് പോകാൻ പടച്ച റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പണ്ഡിതന്മാർക്കും നമ്മുടെ എഴുത്തുകാർക്കും നമ്മുടെ പ്രവർത്തകന്മാർക്കുമെല്ലാം അള്ളാഹു ദീർഘായുസ്സും അതുപോലെ തന്നെ ആരോഗ്യവും ആഫിയത്തും നൽകി പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജനറൽ സെക്രട്ടറി ബഹുമാനായിരിക്കുന്ന പിന്നെ സലാഹുദ്ദീൻ മദനി ഇന്ന് ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വിശ്രമത്തിലാണ്. അദ്ദേഹത്തിനും കൂടുതൽ പിന്നെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി സംഘടനാ രംഗത്ത് സജീവമായി ഇനിയും മുന്നേറുവാൻ പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.